അവൈലബിൾ ആണോ ഓൺലൈനിൽ? ഓൺലൈനിൽ അവൈലബിൾ ആണോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇതിനകത്ത് ഇപ്പം നിങ്ങളൊരു മെയിൻസിന്റെ ഒരു ആൻസർ എഴുതുമ്പോൾ ഒരു ജനറൽ ആൻസർ എഴുതാൻ പറ്റില്ല. ഇപ്പം മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ ആ ഒരു പെർസ്പെക്റ്റീവിലല്ല നിങ്ങൾ എന്ത് എഴുതണ്ടേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ആൻസർ എഴുതണ്ടേ. ഇവിടെ എന്ത് വേണം നിങ്ങൾക്ക്? ഒരു പ്രോപ്പർ കണ്ടന്റ് ഉണ്ടാവണം. അതായത് കീവേഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അതായത് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും ആ സബ്ജക്റ്റിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോ ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4-5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ 4 ചാപ്റ്ററിൽ നിന്ന്, എത്രത്തോളം ഫോക്കസ് കൊടുക്കണം. നോർമലി നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഫോക്കസ് ചെയ്യാറുണ്ട്. ഈ 4 ചാപ്റ്ററിൽ ഓവർ ഫോക്കസ് ചെയ്യാറുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, പക്ഷെ എന്തുകൊണ്ടാവാറില്ല, ഔട്ട്പുട്ട് നമുക്ക് കിട്ടാറില്ല, അല്ലെ മാർക്ക് നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി ചില കണ്ടന്റുകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും എത്രത്തോളം ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്തെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് എന്തൊക്കെ കണ്ടന്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എപ്പോഴും നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റേണ്ടത്. ഓക്കെ, ഇത് ഇത്രയും സാധനമായിരിക്കും ഇന്ന് നമ്മൾ കവർ ചെയ്യാം. ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് എന്ത് കവർ ചെയ്യാം? ഈ ഡയഗ്രാംസ് എങ്ങനെ ഇതിനകത്തുനിന്ന് ഡയഗ്രാംസ് പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇതിനകത്തുനിന്ന് കീവേഡ്സ് ജനറേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വരുന്ന സെഷൻസിൽ, ഇനി കണ്ടിന്യൂ ചെയ്യുന്ന സെഷൻസിൽ നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അപ്പോ ഇവിടുത്തെ പ്രൈമറി ഐഡിയ ഇതിന്റെ ട്രെൻഡ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നിങ്ങളുടെ ഒരു ഊഹം? ഒരു ചാപ്റ്റർ 1ൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട്? നമുക്ക് ആവറേജ് 19 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട വരുന്ന 19 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട്? അല്ലെങ്കിൽ മൊത്തത്തിൽ 28 ക്വസ്റ്റ്യൻസ് ആണ് ഒരു പേപ്പറിൽ കാണുന്നത്. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ചാപ്റ്റർ 1ൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? നിങ്ങളുടെ ഒരു ഊഹം എത്ര? അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്റർ 1 വളരെ പാടല്ലേ? ശരിക്കും ചാപ്റ്റർ 1ൽ കുറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു വളരെ ലാർജ് ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ തൊട്ട് അതിന്റെ എവല്യൂഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? ഇപ്പോ ഒരു 500 പേജിന്റെ ഒരു ബുക്ക് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 100 പേജ് എന്താ ഏതായാലും ഇൻട്രൊഡക്ഷനാ, ഫസ്റ്റ് പോർഷനാ അല്ലെ? ഇവിടുത്തെ ടെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ 100-110 പേജ് എന്താണ്, ഇൻട്രൊഡക്ഷൻ ആണ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? നിങ്ങൾ എഫേർട്ട് എവിടെ ഇടണ്ടേ? ഇൻട്രൊഡക്ഷനിൽ എന്താ നിങ്ങൾ പഠിക്കണ്ടേ? 7-8 എന്നൊരാൾ ഉത്തരവുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? തിങ്കർ അല്ല, ഞാൻ തിങ്കർ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ചാപ്റ്റർ 1 4 to 5 ഉണ്ട്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് മാക്സിമം 4 ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിക്കുക. ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. 4 സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് 2ഉം 1ഉം ഒക്കെ ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. ഇനിയിപ്പോ 2015 മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ള വർഷം ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 4 ചാപ്റ്ററിന്റെ ഇത് നോക്കിക്കേ, 4, 4, 3, 2, അതായത് മിനിമം നിങ്ങൾക്ക് എത്ര കിട്ടും? ഓരോ ചാപ്റ്ററിൽ നിന്നും 2-3 ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് 4 × 3 എത്രയായി? ഒരു 28 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഓപ്ഷൻസ് എടുക്കുന്നതും കൂടെ കൂട്ടിയിട്ടാണ് എഴുതിയേക്കുന്നത്. 19 ക്വസ്റ്റ്യൻ അല്ല, 28 ക്വസ്റ്റ്യനില് ഒരു 12-13 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ വീതം 12 ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, ഏതായാലും ഓപ്ഷൻസിലായിരിക്കും. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ എയും സെക്ഷൻ ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ വെച്ചിട്ടല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഈ 4 ക്വസ്റ്റ്യൻ ആവറേജ് ചോദിക്കുന്ന വെച്ചിട്ടല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കണ്ടന്റുകളാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ചാപ്റ്റർ 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എന്താണ്? ചാപ്റ്റർ 9. ചാപ്റ്റർ 9 എന്ത് പറയുന്നുണ്ട്? ട്രെയിനിങ്, മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഇംപ്രൂവ്മെന്റ്സ് പറയുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിലെല്ലാം എന്ത് പറയുന്നുണ്ട്? ചാപ്റ്റർ 3യിലെ കണ്ടന്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ചാപ്റ്റർ 3യിലെ സ്പെസിഫിക് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കമ്പോണന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് റിലേറ്റഡാ? പബ്ലിക് പോളിസി മേക്കിംഗ്. ചാപ്റ്റർ 10ഉമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡാ. അതുപോലെ തന്നെ ഇപ്പോ മൊറൽ, മോട്ടിവേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചാപ്റ്റർ 2ൽ എടുക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ഓർക്കുന്നുണ്ടോ? ഡിസിഷൻ മേക്കിംഗ്
ഡിസിഷൻ മേക്കിങ്ങിന്റെ ഐഡിയ പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സ്, പെർട്ട്, CPM പോലത്തുള്ള ഐഡിയാസും അതിന്റെ ന്യൂവർ ടെക്നോളജീസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ 4 ചാപ്റ്ററും വളരെ ക്രിട്ടിക്കൽ ആണ്. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ 2 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ A എന്ന് പറയുന്ന ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, സെക്ഷൻ B എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ചോയ്സാണ് നമ്മൾ എടുക്കുന്നത്. ഈ സെക്ഷൻ Aയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എന്ത് വേണം, മിനിമം ഈ പറയുന്ന കമ്പോണന്റ് എല്ലാം വേണം. പിന്നെ സ്പെസിഫിക്കലി സെക്ഷൻ Bയിൽ ചാപ്റ്റർ 9, ചാപ്റ്റർ 10, ചാപ്റ്റർ 11 നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 1, 2, 3, 4 ഇതിനകത്തെ കീ ഐഡിയാസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതെ, എന്തൊക്കെയാണ് ഈ കീ ഐഡിയാസ് എന്നുള്ള ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ബേസിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ചാപ്റ്റർ 1 നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആവുന്ന റീജൻസ്. ഏകദേശം എല്ലാം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ പറയുന്ന സബ് ടോപ്പിക്സ് ആണ് നോക്കേണ്ടത്. ഒന്നാമത്തത് മീനിങ് ആൻഡ് സ്കോപ്പ്, അല്ലെങ്കിൽ മീനിങ്, സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കേട്ടിട്ടില്ലേ? നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് മീനിങ്, സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടാ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. എപ്പോഴും ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ചേഞ്ചിങ് നേച്ചർ. അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ ജനറലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം, ഇവിടെ പറയുന്നത് കോണ്ടെക്സ്റ്റുവൽ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോണ്ടെക്സ്റ്റുവൽ ആണ്. അതായത് ഓരോ എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ബിസിനസിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്, സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഓരോ കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ചും എന്തും മാറാം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാറാം. ഇത് തന്നെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പല ഓപ്ഷൻസ് ആയിരിക്കും ചോദിക്കുക. ഇതല്ല വേറെ ഒന്നും ഇവിടെ ചോദിക്കില്ല. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം, കണ്ടന്റ് പഠിക്കുമ്പോൾ മീനിങ്, സ്കോപ്പ് ആൻഡ് നേച്ചർ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം, ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു കൊളോണിയൽ പീരീഡ് ആവുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? കൊളോണിയൽ പീരീഡ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തായിരുന്നു പബാഡിന്റെ അല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്? പ്രോഫിറ്റ് എന്ന്, അതും ഈസ്റ്റ് ഇന്ത്യ അല്ലേ കുറച്ചുകൂടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ. എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയില്? അല്ല, ഇപ്പൊ നമുക്ക് ആദ്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ കിങ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മൊണാർക്കി കണ്ടീഷൻ എടുക്കാം. അവിടെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ആ പവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ബ്രിട്ടീഷ് ഇന്ത്യ വരുമ്പോൾ എന്താ ഉള്ളത്, ഒരു പോലീസ് സ്റ്റേറ്റ് അല്ലെ, കംപ്ലീറ്റ്ലി ഒരു പോലീസ് സ്റ്റേറ്റ് ആണുള്ളത്. അവിടെ എന്തില്ല, വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ? അവിടെ എന്താ ഉള്ളു, ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഹിസ്റ്റോറിക്കൽ ഐഡിയ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറന്റ് കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു. വെൽഫെയർ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഒരു നിയോ ലിബറൽ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്തു. വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ നമുക്കൊരു ലാർജർ ഗവൺമെന്റ് ആസ് എ പ്രൊവൈഡർ. ഇപ്പൊ എന്താ പറയുന്നത്, ഗവൺമെന്റ് ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പോ ഈ ഐഡിയ ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ട വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കോണ്ടെക്സ്റ്റുവൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഇൻ എ കോണ്ടെക്സ്റ്റുവലി എന്ത് ചെയ്യാറുണ്ട്, പബാഡിന്റെ സ്കോപ്പും മീനിങ്ങും നേച്ചറും വേരി ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഒരു ടെമ്പോറൽ ബേസിസിലായിരിക്കും എപ്പോഴും ചോദിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടെമ്പോറൽ അനാലിസിസ് ആണ്, അതായത് ടൈം ലൈൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിനൊരു ഫിക്സഡ് ആൻസർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഫിക്സഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സിമിലർ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് കണ്ടന്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, ഓരോ ചാപ്റ്ററിൽ എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് പറഞ്ഞുതരാം. ഇനി അടുത്ത ചോദിക്കുന്ന ഒരു ഐഡിയ ആണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓൾമോസ്റ്റ് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു റിക്കറന്റ്ലി ഒരു 2-3 വർഷം കൂടുമ്പോൾ ചോദിക്കുന്ന ഒരു ഐഡിയ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, നമ്മൾ ഡിഫറൻസ് പഠിച്ചിട്ടില്ലേ? ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൂറിന്റെ കൺസെപ്റ്റ്, ഇൻട്രസ്റ്റ് ഏജൻസി, ഇങ്ങനെയുള്ള ഐഡിയാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകോമ്പിറ്റൻസ് പോലത്തുള്ള ഐഡിയാസ് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം ഇവിടെ? ഇതൊരു പ്യുവർലി ഒരു നമുക്ക് ഡയറക്ട്ലി ചോദിക്കുവാണെങ്കിൽ എന്താണ് പബ്ലിക് പ്രൈവറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റും വെൽഫെയറും എന്ന് പറയാം. പക്ഷെ അത് എഴുതിയാൽ ഇവിടെ എന്ത് കിട്ടില്ല, സ്കോർ കിട്ടില്ല. ഇവിടെ എന്ത് വേണം, തിയററ്റിക്കൽ കണ്ടന്റ് ഉണ്ടാവണം, തിയറി അറിഞ്ഞിരിക്കണം. അതായത് ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും നോക്കണം. ഇപ്പൊ ഇൻട്രസ്റ്റ് ആക്സസ് ഏജൻസി,
അത് ആര് പറഞ്ഞിട്ടുണ്ട്? മൂറ് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈവറ്റിന്റെ ഇൻട്രസ്റ്റ് വേറെയാണ്, പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് വേറെയാണ്, ആക്സസ് വേറെയാണ്, അതുപോലെ തന്നെ ഏജൻസി ആരാണ് അവിടെ പവറിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഡിഫറെന്റാ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യം എന്താണ്, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ തന്നെ യൂസ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ എന്ത് ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. രണ്ടായാലും നിങ്ങൾക്ക് എന്ത് മതി, സെയിം കണ്ടന്റ് ആണ് നിങ്ങളുടെ ഉത്തരത്തിൽ വേണ്ടത്, വേറൊന്നും അവിടെ വേണം എന്നില്ല. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിൽസൺസ് വ്യൂ. ഇതൊരു 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിൽസൺസ് വ്യൂ ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ വിൽസൺസ് വ്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ വിൽസന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. വിൽസന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിംഗ് വൂഡ്രോ വിൽസൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ശരിയാണോ തെറ്റാണോ? ഇതാണ് ജനറലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇതിന്റെ പല വേർഷൻസ് ഉണ്ടായിരിക്കും. വിൽസൺ കോൺട്രിബ്യൂട്ടഡ്, വിൽസൺ വാസ് ദി മോസ്റ്റ് പ്രോമിനന്റ് കോൺട്രിബ്യൂട്ടർ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം അവിടെ? കോൺട്രിബ്യൂഷൻസ് ഓഫ് വിൽസൺ. അവിടെ ഒരു 6-7 പോയിന്റ് ഉണ്ട്. ഒന്ന് ലേറ്റ് എമർജൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ബിസിനസ് ലൈക്ക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെ മാറ്റി മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? അല്ലെ പൊളിറ്റിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ ഡൈക്കോട്ടമി ഉണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിച്ചു വെക്കുമ്പോൾ ഇവിടെ എന്തും കൂടെ കൊണ്ടുവരണം, ക്രിറ്റിസിസം കൂടെ കൊണ്ടുവരണം. കോളിംഗ് വൂഡ്രോ വിൽസൺ ആസ് ഫാദർ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്ത് പറയാൻ പാടില്ല, എന്ത് പറയാൻ പാടില്ല? വൂഡ്രോ വിൽസൺ ഫാദർ ആണ്, എല്ലാ കോൺട്രിബ്യൂഷനും വിൽസൺ ആണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്ത് ചെയ്തു, ഡൈക്കോട്ടമി മാറി, നമ്മൾ ഫ്യൂഷനിലോട്ട് പോയി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുമ്പേ ഉള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. മാക്വെല്ലിയുടെ ദ പ്രിൻസ് ഉണ്ട്, കൗഡില്യയുടെ അർത്ഥശാസ്ത്രം ഉണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആണ്. വിൽസൺ ഡീറ്റെയിൽഡ് ആണോ? അല്ല, വിൽസൺ ഒരു എസ്സേ മാത്രമേ എഴുതിയിട്ടുള്ളൂ. രണ്ട് കണ്ടീഷൻസും മനസ്സിലാക്കുക. ഇനി അടുത്തൊരു സെറ്റാണ്, ഇതൊരു സെറ്റ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. NPA, PCA, NPM ആൻഡ് NPS. ഇതൊരു എന്താ പറയുക, ഒരു എവല്യൂഷണറി ട്രേറ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ പബാഡിന്റെ ഒരു എവല്യൂഷണറി സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ NPA, PCA, NPM ആൻഡ് NPS. ഇവിടെ ശരിക്കും ഈ NPA എടുക്കുക. ഒന്നാമത്തെ NPA നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NPAയിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് NPA. ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NPA is nothing but a old wine in new bottle. പഴയത് തന്നെയാണ് പുതിയ, എന്തെങ്കിലും ഒരു കമ്പാരിസൺ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു പുതിയ സിസ്റ്റം ആണ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. ഈ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ NPAയുടെ സമയത്തും ഇനി PCA എടുക്കുവാണ്, PCAയും NPM എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സിമിലർ ആണ്, സിമിലർ ആയിട്ട് തന്നെ ചോദിക്കുന്നത്. അതായത് അവര് ഗവൺമെന്റ് ആസ് എ ഫെസിലിറ്റേറ്റർ ആ പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുക എന്തായിരിക്കും, ഇതിന്റെ ഇവാലുവേഷൻ ആയിരിക്കും ഇവിടെ ചോദിക്കുക. ഇത് നല്ലതാണോ? പക്ഷെ നല്ലതാണോ? NPA ഒരു വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPM ഈസ് ഐഡന്റിഫൈഡ് ആസ് ദി സിംഗിൾ സൊല്യൂഷൻ ഫോർ എൻറ്റയർ ഇഷ്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഡു യു എഗ്രി? അതൊരു സിംഗിൾ സൊല്യൂഷൻ ആണോ? പക്ഷെ പിന്നെ ഒരു തിങ്കർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെഷിയ ആയിരിക്കും എന്നാ വിചാരിച്ച, പബാഡിന്റെ മെഷിയ ആയിരിക്കും എന്നാ വിചാരിച്ച, പക്ഷെ അത് ആയതുമില്ല. പക്ഷെ ക്രിട്ടിസൈസേഴ്സ് പറയുന്ന പോലെ ഒരു ഡെമനും ആയിട്ടില്ല. ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ശരിക്കും ഇവിടെ എന്താ ചോദിക്കുക, ഇവാലുവേഷൻ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതായത് അതിന്റെ പോസിറ്റീവ് സൈഡും അറിയണം, നെഗറ്റീവ് സൈഡും എഴുതണം. ചുമ്മാ റാൻഡമായിട്ട് ഇന്ന സാധനങ്ങൾ കിട്ടും എന്നല്ല, ഇതിന്റെ കീവേഡ്സ് തന്നെ ഉപയോഗിക്കണം. ഇപ്പോ NPA എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ കണ്ടന്റ് പഠിക്കുമ്പോൾ പറയാം, NPA എടുക്കുവാണെന്നുണ്ടെങ്കിൽ NPAയിൽ എന്ത് പറയുന്നുണ്ട്? ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ആന്റി ഗോൾസ് ഓഫ് NPA എന്നും പറഞ്ഞിട്ട് പറയുന്നേ ആരാ പറഞ്ഞേ? ആരായിരുന്നു ആന്റി ഗോൾസ്? ഗോലംബ്യൂസ്കി ആണ് പറയുന്നത്. ആന്റി ഗോൾസ് ഉണ്ട്. എത്ര ആന്റി ഗോൾസ് ഉണ്ട്? 3 ഏതൊക്കെയാ? ആന്റി ടെക്നിക്കൽ, ആന്റി ഹയറാർക്കിക്, പിന്നെന്തുണ്ട്? ആന്റി പോസിറ്റിവിസ്റ്റ്. എന്താ ആന്റി പോസിറ്റിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഒരു പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് പാടില്ല. നമുക്ക് എന്ത് വേണം, സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ഇവിടെ ഉപയോഗിക്കണം. ആ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. കാരണം ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരിക്കും, കമ്പാരിറ്റീവ് അനാലിസിസ്, തിയറട്ടിക്കലും ചോദിക്കും, അതുപോലെ തന്നെ ടെമ്പോറൽ കമ്പാരിസൺസും ചോദിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യാം, NPSഉം NPMഉം കൂടെ കമ്പയർ ചെയ്യാം. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, NPSഉം NPMഉം കൂടെ കമ്പയർ ചെയ്യാം. NPMഉം NPSഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്?
ഹൗ യു ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ്. അതൊരു സക്സസ്ഫുൾ മോഡലാണോ? അതായത് തിയററ്റിക്കൽ കമ്പാരിസണും ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ടെമ്പോറൽ കമ്പാരിസണും എക്സ്പെക്ട് ചെയ്യാം. ടെമ്പോറൽ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിസ്റ്റം, ചിലപ്പോൾ NPM ട്രഡീഷണലും ആവാം, അല്ലെങ്കിൽ NPM-ഉം NPS-ഉം തമ്മിലുള്ളതാവാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്പാരിസൺ ആവാം. അതേപോലെ തന്നെ തിയററ്റിക്കൽ കമ്പാരിസൺസ് ഉണ്ട്. ഈ NPS-ന്റെ തന്നെ ഇവാലുവേഷൻ ചോദിക്കാം, NPS ആസ് എ സിംഗിൾ സൊല്യൂഷൻ, പോസ്റ്റ് മോഡേണിസം എങ്ങനെ NPS-ൽ വരുന്നുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യാം ഇവിടെ ചോദിക്കാം. ഓക്കെ. ആൻഡ് ഫൈനലി അടുത്തൊരു ടോപ്പിക്കാണ് ഗുഡ് ഗവർണൻസ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ഓവർ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് അല്ല ഗുഡ് ഗവർണൻസ് ആൻഡ് ഓൺട്രപ്രണോറിയൽ ഗവൺമെന്റ്. ഇവിടുന്ന് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, അതായത് കറന്റ് സ്റ്റാറ്റസും ഡെഫിനിഷനും എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ കറന്റ് സ്റ്റാറ്റസും ഡെഫിനിഷനും, അതായത് എന്താണ് ഗുഡ് ഗവർണൻസ് എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ് സഹാറൻ ആഫ്രിക്കയിലുള്ള മറ്റേ ആ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ കമ്പാരിസൺ ആ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നു, അതിനകത്ത് ഇന്ന സാധനങ്ങളാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. ഇനി കറന്റ് സ്റ്റാറ്റസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, നമ്മൾ കുറച്ച് തിയററ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലൂറലിസം, നെറ്റ്വർക്ക്ഡ് ഗവർണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മതി. എവിടൊക്കെയാണ് ഇഷ്യൂ വരുന്നത് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 1-ൽ. നിങ്ങളുടെ ചാപ്റ്റർ 1-ന്റെ കണ്ടന്റ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഫ്രെയിം വർക്ക്. നിങ്ങൾ ആൻസേഴ്സ് ബിൽഡ് ചെയ്യുമ്പോൾ ഇത്രയും ടോപ്പിക്കിനെ അഡ്രസ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ വരച്ചില്ല, ഇപ്പൊ ഒരു 5 ടോപ്പിക് എഴുതിയിട്ടുണ്ട്. ഈ 5 ടോപ്പിക്കിൽ നിന്നായിരിക്കും 3 to 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുക. ഇത് വേറെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ട്, ഇതിന്റെ സബിൽ കുറെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസിന് അല്ലെ ഈ പറയുന്ന കണ്ടന്റിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇനിയിപ്പോ ആർക്കും അറിയാത്ത ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം, അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ ക്വസ്റ്റ്യനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ അത് എടുക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കുന്ന 4 ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തെ 3 ക്വസ്റ്റ്യൻ, മോസ്റ്റ്ലി 3 ക്വസ്റ്റ്യനും ഇതിൽ തന്നെ നിൽക്കും. അതിൽ ഏറ്റവും പാടായിട്ട് ഫീൽ ചെയ്യുക ഇതാണ്, കോണ്ടെക്സ്റ്റുവൽ ആസ്പെക്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ മീനിങ്ങും സ്കോപ്പും നേച്ചറും കാണാതെ പഠിച്ചിട്ട് പോകും. അവിടെ പോകുമ്പോൾ അവര് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, ഇതെടുത്ത് വെച്ച് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻട്രൊഡക്ഷനിലെ പഠിക്കുന്ന എല്ലാ പോർഷൻസും ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ എന്തില്ല, ഒരു പ്രോപ്പർ ആൻസർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഡയറക്ട്ലി ചോദിക്കുന്ന വാട്ട് ഈസ് NBA, വാട്ട് ആർ ദ ഐഡിയാസ് ഓഫ് NBA, റെലവൻസ്, വാല്യൂ, സോഷ്യൽ ഇക്വിറ്റി, ചേഞ്ച്, ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കില്ല. ഇവിടെ ചോദിക്കാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ചാപ്റ്റർ ഉണ്ടാവുക. ഇവിടെ എന്ത് മതി, നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്കുണ്ട്, ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായം എഴുതുക. അവിടെ എന്ത് ഉപയോഗിക്കണം, നിങ്ങളുടെ കീവേഡ്സ് യൂസ് ചെയ്യണം. കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആൻസറിനെ എഴുതുക. വേറൊന്നും അവിടെ വേണ്ട. ഐഡിയ മനസ്സിലായോ? ഞാൻ പറയുന്നത് കൺവേ ആവുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഹെഡിങ് മാത്രം എടുത്ത് വെച്ച് വായിക്കാനല്ല. നമുക്ക് എല്ലാം വായിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇത് വായിക്കുക, പക്ഷെ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് വരുന്ന ഞാനിപ്പോ പറഞ്ഞൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, 5 or 6 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ 6 ക്വസ്റ്റ്യനും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, ഒരു ആൻസർ ഉണ്ടാവണം. അത് കാണാതെ പഠിച്ച് എഴുതുന്നതല്ല, പക്ഷെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റപ്പിലായിരിക്കും ഞാൻ ആൻസർ എഴുതുക. ഇത് അവിടെ ഇരുന്ന് ആലോചിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. എസ്പെഷ്യലി ഈ പാർട്ടും അനലിറ്റിക്കൽ ആയിരിക്കും. NPS ഞാൻ പറഞ്ഞില്ലേ, പ്യുവർലി അനലിറ്റിക്കൽ ആയിരിക്കും, കമ്പാരിസൺ ആയിരിക്കും ചോദിക്കുക. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, പക്ഷെ ഇതേ ചോദിക്കുള്ളൂ. ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ, ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് അത് കിട്ടും, അതിനുള്ള കണ്ടന്റ് റെഡിയാക്കിയാൽ മതി. ഐഡിയ മനസ്സിലായോ? ഓൺലൈനിൽ എനി ഡൗട്ട്സ്? ഞാൻ ഈ ചാപ്റ്റർ 1-ൽ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ക്ലിയർ ചെയ്ത് തരാനുണ്ടോ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടന്റ് ഞാൻ പറയാം, സെപ്പറേറ്റ് പറയാം. യെസ്, പറഞ്ഞോളൂ. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഇനി അടുത്ത ചാപ്റ്റർ 2. ചാപ്റ്റർ 2-ൽ നമുക്ക് എത്ര പറയാം, അപ്പൊ ഒരു കുറെ തിങ്കേഴ്സ് ആണ് അല്ലെ, ഒരു 10-11 തിങ്കേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ഒരു 10 തിങ്കേഴ്സ് പറയുന്നു. ഇവിടുന്ന് നമുക്ക് നേരത്തെ നോക്കിക്കാം, നേരത്തെ നമ്മുടെ കണ്ടീഷൻ നോക്കിക്കേ. അവിടെ നമ്മൾ ചാപ്റ്റർ 2-ൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ക്വസ്റ്റ്യൻ, 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 2, 3, 4 ആണ് മാക്സിമം വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 10 മാർക്കും 2 15 മാർക്കും ചിലപ്പോൾ ഒരു 20 മാർക്കും കിട്ടും. അതായത് എല്ലാം കൂടെ ഒരു 10-60 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പോസിബിലിറ്റി ഉണ്ട്.
ഇതിനകത്തുണ്ട്. എല്ലാം എഴുതാൻ പറ്റുമെന്നല്ല, മീൻസ് എല്ലാം എന്ത് ചെയ്യാം, ചോയ്സിലും വരാം, എല്ലാം എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു 60 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട, മസ്റ്റായിട്ട് എഴുതേണ്ട വരുന്ന മിനിമം ഒരു 30-40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. 40 മാർക്ക്, മിനിമം ഒരു 40 മാർക്ക് ഉണ്ടാവും ആവറേജിൽ. ഈ 40 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കണ്ടന്റ് ആണ്. FW ടൈലർ പഠിക്കുന്നു, ഫയോൾ പഠിക്കുന്നു, ഗുല്ലിക് ആൻഡ് ഉർവിക്ക് പഠിക്കുന്നു, ഫോലെ പഠിക്കുന്നു, ബ്യൂറോക്രസി പഠിക്കുന്നു, ബ്യൂറോക്രസിയുടെ പോസ്റ്റ് ബ്യൂറോക്രാറ്റിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഹ്യൂമൻ റിലേഷൻസും ബിഹേവിയർ സ്കൂളും ഓർഗനൈസേഷൻ സ്കൂൾസും എല്ലാം, പാർട്ടിസിപ്പേറ്റീവ് സ്കൂൾസും എല്ലാം നമ്മൾ പഠിക്കുന്നു. ഇത് എന്ത് ചെയ്യും? ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, FW ടൈലർ എടുക്കുവാണെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പണ്ടത്തെ ടൈലറിസം ഇപ്പോ ആപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ ഇത് എന്ത് വെച്ചിട്ട് ചോദിക്കും? നിയോ ടൈലറിസം, ഇതേ ചോദിക്കുള്ളൂ. ഒന്നാമത്തെ സാധനം. ഈ ടൈലറിസത്തിൽ ചോദിക്കുന്ന 3 കണ്ടീഷൻ, 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളു. ഇപ്പോ ടൈലറിസത്തിന്റെ റെലവൻസ്, ഇതിപ്പോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തത് ഇതിന്റെ ക്രിറ്റിസിസം. ഈ ടെമ്പോറൽ അനാലിസിസിൽ തന്നെ ഈ ക്രിറ്റിസിസത്തിന്റെ കൂട്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും ചോദിക്കും. ഇത് കൊള്ളത്തില്ല എന്നല്ല പറയാ, ഇവിടെ എന്താ പറയാ, ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിലായിരുന്നു, ടൈലറിസം ഡിസ്പൈറ്റ് ഇറ്റ്സ് കോൺട്രവേഴ്സി, ഡിസ്പൈറ്റ് ബീയിങ് കോൺട്രവേഴ്ഷ്യൽ, ഇറ്റ് ഹാസ് മെനി ഫോളോവേഴ്സ്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് ടൈലറിസം മോശമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UPSCയുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ പബ്ബാഡിന്റെ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ കൺസെപ്റ്റിൽ എന്തല്ല ടൈലറിസം, കംപ്ലീറ്റ്ലി മോശമല്ല. അതിനകത്ത് ചില ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി. ഇപ്പോഴും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിജിറ്റൽ ടൈലറിസം, നിയോ ടൈലറിസം. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലായിരുന്നു, മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ആമസോൺ, TCS പോലത്തുള്ള ഓർഗനൈസേഷൻസ് ഇത് എങ്ങനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഐഡിയ തന്നെ എന്ത് ചെയ്യും? ഇവിടെ ചോദിക്കും. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം? ഫോളോവേഴ്സ് സെപ്പറേറ്റ്ലി പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗാൺ ചാർട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഫോളോവേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അവരെന്താ പറഞ്ഞത്, എങ്ങനെയാണ് ടൈലറിസം. അപ്പം ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസിനെ എടുത്തിട്ട് പലരും പല ഐഡിയാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നമുക്ക് ചാപ്റ്റർ 11 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 11-ലെ അഡ്മിനിസ്ട്രേറ്റീവ് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് എടുക്കുകയാണെങ്കിലും അവിടെയും എന്ത് വരുന്നുണ്ട്? വർക്ക് മെഷർമെന്റിന്റെ ഐഡിയ വരുന്നുണ്ട്. എവിടുന്ന വരുന്നത്? ടൈലറിസം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ PERT, CPM പോലുള്ളതെല്ലാം ഇവിടെ നമുക്ക് കൊണ്ടുവരാം. എല്ലാ സയന്റിഫിക് വർക്ക് അനാലിസിസ് മെത്തേഡ്സും എവിടെ വരുന്നുണ്ട്? ഈ പറയുന്ന ടൈലറിസത്തിന്റെ കൺസെപ്റ്റിൽ വരുന്നുണ്ട്. അത് നമുക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം. അപ്പോൾ ടെമ്പോറൽ അനാലിസിസ്, ക്രിറ്റിസിസം ആൻഡ് ഫോളോവേഴ്സ്, ഇതാണ് ചാപ്റ്റർ 2-ന്റെ മേജർ കമ്പോണന്റ്. ഇനി ചാപ്റ്റർ 2-ലെ രണ്ടാമത്തെ തിങ്കർ നോക്കുക, ഫയോള് എന്തേ ഉള്ളൂ? ഫയോളിനെ ഒറ്റയ്ക്ക് ചോദിക്കില്ല. ഇപ്പൊ നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ആര് പറയുന്നുണ്ട്? ഫയോള് പറയുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. POCCC, ഇത് ബേസിക് സാധനം, പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോളും. അതുപോലെ തന്നെ 14 പ്രിൻസിപ്പിൾസും. ഇത് മാത്രമേ പറയുന്നു. ഡിവിഷൻ ഓഫ് വർക്ക്, ഡിവിഷൻ ഓഫ്, ഈ സാധനമേ പറയുന്നുള്ളൂ. ഇത് കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അതിനകത്തുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ സ്പാൻ ഓഫ് കൺട്രോൾ, അതറിഞ്ഞിരിക്കണം. ഓർഡർ, ഇക്വിറ്റി, സ്പിരിറ്റ്, ഡീകോപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രൈമർലി കമ്പാരിസൺ ആണ്. ഫയോളിനകത്ത് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ കമ്പാരിസൺ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ടൈലറും ഫയോളും കൂടെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചോദിക്കാം? സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂളിനെ പറ്റി ചോദിക്കാം. അല്ലാതെ സ്പെസിഫിക്കലി ഫയോളിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. അവിടെ എന്ത് ചെയ്യാം? കമ്പാരിസൺ വിത്ത് ടൈലർ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റും ഫയോളിന്റെ സയന്റിഫിക് മാനേജ്മെന്റും ഡിഫറെന്റ്. നമ്മൾ ആ ടേബിൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരെണ്ണം വളരെ റിജിഡ് ആണ്, യൂണിവേഴ്സൽ ആണ്, വൺ ബെസ്റ്റ് ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. അതേസമയം ഫയോള് വരുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഹ്യൂമൻ റിലേഷൻ സ്കൂളിന്റെ ഐഡിയാസ് പറയുന്നുണ്ട്, സ്പിരിറ്റ്, ഡീകോപ്സ് പറയുന്നുണ്ട്, ഇനിഷ്യേറ്റീവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സാധനം മതിയാവും. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫയോളിന്റെ ഐഡിയ. ഇവിടെ വേറെ ഒന്നും പഠിക്കണ്ട. നിങ്ങൾ 14 പ്രിൻസിപ്പിൾസ് വേണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം. പക്ഷെ എന്ത് ചെയ്യണ്ട? കൃത്യമായിട്ട് കാണാതെ 14 എണ്ണം എഴുതേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് നോർമലി വരാറില്ല. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓവർ ഫോക്കസ് ചെയ്യണ്ട. പക്ഷെ കമ്പാരിസൺ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ആ കമ്പാരിസൺ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? ഈ 14 പ്രിൻസിപ്പിൾസ്. ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിഷ്യലി ആ POCCC പഠിക്കുക. അതുപോലെ തന്നെ ആ ടെക്നിക്കൽ മാനേജ്മെന്റ് ഡിവിഷൻസ് ഉണ്ട്, അത് പഠിക്കുക. ആൻഡ് 14 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കമ്പാരിസണിലോട്ട് ഫോക്കസ് ചെയ്യുക. അടുത്തത് ഗുല്ലിക് ആൻഡ് ഉർവിക്. ഗുല്ലിക് ആൻഡ് ഉർവിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ
ഗുല്ലിക്ക് ആൻഡ് ഉർവിക്ക് പഠിക്കുമ്പോൾ ഗുല്ലിക്ക് പറഞ്ഞുകൊണ്ട് ഉർവിക്ക് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എന്താ പറഞ്ഞേക്കുന്നത്? സിമിലർ ആയിട്ടുള്ള കമ്പോണന്റാ പറഞ്ഞേക്കുന്നത്. ഇവിടെ 3-4 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, ഈ ഗുല്ലിക്ക് ആൻഡ് ഉർവിക് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സ്ട്രക്ചറൽ തിയറി. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കംപ്ലീറ്റ്ലി സ്ട്രക്ചറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് എന്തില്ല? ബിഹേവിയറൽ ഐഡിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നില്ല. അപ്പോ ഇവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീഡ് ഓഫ് സ്ട്രക്ചറൽ തിയറി. അതായത് നീഡ് ഓഫ് സ്ട്രക്ചറൽ തിയറി ആണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു. അതും എന്തായിരുന്നു? സ്ട്രക്ചറൽ തിയറി, സ്ട്രക്ചറലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, നീഡ് ഓഫ് സ്ട്രക്ചറൽ തിയറി. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചോദിക്കാം? ഇതിന്റെ ഒബ്ജക്റ്റീവ്, ഇവർ എന്താ ഇത് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് സെപ്പറേറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, ചേഞ്ച്, ഫിനോമിന ഓഫ് ചേഞ്ച്. ഓർക്കുന്നുണ്ടോ? ടെക്നിക്കൽ ചേഞ്ച്, ലോക്കോമോട്ടീവ് ചേഞ്ച്, കമ്മ്യൂണിക്കേഷൻ ചേഞ്ച്, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ. ഇത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സ്പാൻ ഓഫ് കൺട്രോൾ പലയിടത്തും ഹയറാർക്കിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴെല്ലാം ഗുല്ലിക്ക് ആൻഡ് ഉർവിക്കിനെയും ഗ്രായ്ക്കുനെയും കോട്ട് ചെയ്തിട്ട് വേണം എന്തെഴുതാൻ? ഈ സ്പാൻ ഓഫ് കൺട്രോൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതാൻ. സ്പാൻ ഓഫ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പാൻ ഓഫ് കൺട്രോളും കൊണ്ടുവരാൻ പറ്റണം. ഗുല്ലിക്ക് ആൻഡ് ഉർവിക്കിലും ആ കമ്പോണൻസ് ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ട സാധനം. ഇപ്പം ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 4 P's കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ വിത്ത് 4 P's. അത് റെലവെന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഒരു 3-4 ഹെഡിങ്ങിന് അടിയിലോട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വരാം. ഡിപ്പാർട്ട്മെന്റലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഫീസിബിലിറ്റി എന്താണ്? അതായത് ഇതിനകത്തുള്ള കണ്ടന്റ് ഗുല്ലിക്ക് ഉർവിക്ക് പഠിക്കുമ്പോൾ ഗുല്ലിക്ക് ഉർവിക്ക് ആസച്ച് ക്വസ്റ്റ്യൻ കിട്ടുന്നതിനെക്കാട്ടിലും ഫീസിബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിബിൾ ആയ ഒരു ഇവന്റ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ കോർഡിനേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ ത്രൂ കമ്മിറ്റീസ്, കോർഡിനേഷൻ ത്രൂ ഹയറാർക്കി, ഇങ്ങനെ കോർഡിനേഷൻ ത്രൂ ഐഡിയാസ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്തിനെ കുറിച്ച് ചോദിക്കാം? കോർഡിനേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ചോദിക്കാം. അത് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെഴുതണം? ഈ പറയുന്ന കമ്പോണൻസ് എഴുതണം. ഓക്കെ, ഞാൻ പറയുന്ന ഐഡിയ ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത നോക്കിയേ, എം ബി ഫോലെയുടെ ക്വസ്റ്റ്യൻസിലെല്ലാം കോൺഫ്ലിക്റ്റ്, ഓവറോൾ വ്യൂ പോയിന്റ്, ഹൗ എം ബി ഫോലെ ബിക്കംസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസിക്കൽ സ്കൂൾ ആൻഡ് നിയോ ക്ലാസിക്കൽ സ്കൂൾ, അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ. ഇത് തന്നെയാണ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അത് ഈ കോൺഫ്ലിക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഹൗ എ കോൺഫ്ലിക്റ്റ് ക്യാൻ ബി മാനേജ്ഡ്. വളരെ ബേസിക് ആയിട്ട് തോന്നുവാണെങ്കിൽ എങ്ങനെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും. കോൺഫ്ലിക്റ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന എം ബി ഫോലയിൽ അറിയാവുന്ന എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താ? കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോമിനേഷൻ, കോംപ്രമൈസ് ആൻഡ് ഇന്റഗ്രേഷൻ, ഇതൊരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഫ്ലിക്റ്റ് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമാണോ? എം ബി ഫോലെ മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. ലൈക്കർട്ട് പറഞ്ഞിട്ടുണ്ട്, മൈഗ്രിയർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവരണം. കോൺഫ്ലിക്റ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഷുഡ് നോട്ട് ലിമിറ്റ് യുവർ ആൻസേഴ്സ് ടു എം ബി ഫോലെ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അക്കോർഡിംഗ് ടു എം ബി ഫോലെ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കോൺഫ്ലിക്റ്റ് ഈസ് ദ രജിസ്ട്രേഷൻ ഓഫ് സോഷ്യലി ബെനഫിഷ്യൽ ഐഡിയ എന്നും പറഞ്ഞിട്ട് അവർ തരും. എം ബി ഫോലെ എന്നും കണ്ട്, കോൺഫ്ലിക്റ്റ് എന്നും കണ്ട് നമ്മൾ എന്ത് എഴുതും? ഇന്റഗ്രേഷൻ, അത് ഇത് എന്ന് പറഞ്ഞ് എഴുതും. പക്ഷെ അത് മാത്രമാണോ? അല്ല. ലൈക്കർട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അഫക്റ്റീവ് കോൺഫ്ലിക്റ്റും സ്ട്രക്ചറൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ ഇൻഫ്ലുവൻസും കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ കുറിച്ച് ആര് പറയുന്നുണ്ട്? മഗ്രീഗർ പറയുന്നുണ്ട്. യു ഷുഡ് ബി ബ്രിങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എം ബി ഫോലെ ചോദിക്കും. പക്ഷെ എം ബി ഫോലെ വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? ഉത്തരം എഴുതാൻ പാടില്ല. അടുത്തത് ഓവറോൾ വ്യൂ പോയിന്റ് ഉണ്ട്. ഈ എം ബി ഫോലെ പറയുന്ന കുറെ തീമുകളുണ്ട്. ആ തീമുകൾ സ്പെസിഫിക്കലി നോക്കി വെച്ചേക്കാം. സച്ച് ആസ് അതോറിറ്റി, ഓർഡർ, പവർ, കൺട്രോൾ. ഓർക്കുന്നുണ്ടോ? പവർ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൺട്രോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? കോസീവ് കൺട്രോൾ അല്ല, കോആക്റ്റീവ് കൺട്രോൾ. പവർ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാൻ കൺട്രോൾ അല്ല, ഫാക്ട് കൺട്രോൾ, അല്ലെ പവർ വിത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്ത് വേണം? നമ്മുടെ ആൻസേഴ്സിൽ യൂസ് ചെയ്യാനുള്ള കൺസെപ്റ്റാ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോആക്റ്റീവ് പവർ കോസീവ് പവർ അല്ല, കോആക്റ്റീവ് പവർ ആണ് വേണ്ടത്. എവിടെ ഉപയോഗിക്കും? ഡെമോക്രാറ്റൈസേഷൻ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ഉപയോഗിക്കും? കോആക്റ്റീവ് പവറിനെ പറഞ്ഞ് ഉപയോഗിക്കും. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാം? കോആക്റ്റീവ് പവർ. അതായത് എം ബി ഫോലെ എന്ന് പറയുന്ന ഒരു ലാർജ് റിസോഴ്സ് ആണ്. എം ബി ഫോലയുടെ കൺസെപ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എം ബി ഫോലെ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് റിസോഴ്സ് ആണ്. ഈ റിസോഴ്സ് എല്ലായിടത്തും എന്ത് ചെയ്യണം? എല്ലാ ഹെഡിങ്ങിന്റെ അടിയിലും ആരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്? എം ബി ഫോലെ.
ഡയറക്ട്ലി ക്വസ്റ്റ്യൻ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇത് ചോദിക്കും. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MB ഫോലെ ഇസ് എ പൈനിയർ. MB ഫോലെ എന്ന് പറയാ സമയത്തെക്കാട്ടിലും മുമ്പേ നടന്ന ഒരാളാണ് MB ഫോലെ. ഡു യു എഗ്രി? അതിനും എന്ത് വേണം? ഉത്തരം വേണം. അതൊക്കെ ഫിക്സഡ് ഉത്തരവാണ്. നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണ്ട, പുതിയതായിട്ട് അവിടെ പോയിരുന്ന് ആലോചിക്കേണ്ട സാധനമൊന്നുമില്ല. ഇതിന് ഇത്രയും സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 19 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുന്നു, അതിനകത്ത് 14 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൻസറുമായിട്ട് പോകാം. ഒരു 4-5 ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് വേണം? നിങ്ങൾ ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു വട്ടം റെഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റ് തിയറി ഓഫ് ഐഡിയ ചോദിച്ചു, അഡ്മിനിസ്ട്രേറ്റീവിലോ ചോദിച്ചായിരുന്നു. അവിടെ തിരിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഒക്കെ കാണാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് നിങ്ങൾ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിക്സഡ് ആയിട്ട് പോയിന്റും കണ്ടന്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി എന്ത് ചെയ്യും? കുറയും. ബാക്കിയുള്ള എഴുതാൻ സമയമില്ല. ഇതിനൊക്കെ ഫിക്സഡ് ആയിട്ട് പോവുക, നേരെ ചെല്ലുക, ക്വസ്റ്റ്യൻ കാണുക, വായിക്കുക, മനസ്സിലാക്കുക, എഴുതുക. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അടുത്തത് മാക്സ് വെബർ. മാക്സ് വെബറിൽ നിന്ന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നല്ലതാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു കണ്ടന്റ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും, നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് വെബർ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആ അതോറിറ്റിയുടെ കൺസെപ്റ്റ്, കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അല്ലെ ഫ്യൂഡൽ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക് ഐഡിയാസ് പറയുന്നുണ്ട്, ലീഗൽ റാഷണൽ അതോറിറ്റി പറയുന്നുണ്ട്, അത് മനസ്സിലാക്കണം. രണ്ടാമത് എന്ത് പറയണം? പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹയറാർക്കി, സയന്റിഫിക്, ഇങ്ങനെ പറഞ്ഞ് കുറെ സാധനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാല്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാ? ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, സയന്റിസം, റാഷണാലിറ്റി, ഇമ്പാർഷ്യാലിറ്റി, ന്യൂട്രാലിറ്റി, അനോണിമിറ്റി, ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത എന്തുണ്ട്? നെഗറ്റീവ് എഫക്ട്സ്, ഏലിയനേഷൻ ആൻഡ് അടുത്ത എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. അതിന് സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ വെബർ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഇത്രയും കമ്പോണന്റാ. അതിന്റെ കൂട്ടത്തിൽ എന്ത് പഠിക്കണം? പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ PCA, NPM, NPS ഇതെല്ലാം എവിടെ വരും? പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റിൽ വരും. മാർസിസം എല്ലാം എവിടെ വരുന്നുണ്ട്? പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റിൽ വരും. അതും വളരെ ഇമ്പോർട്ടന്റാ. ഇനിയും മൂന്നാമത്തെ ടൈപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റ്സിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ഓർഗനൈസേഷണൽ ടൈപ്പും പറയുന്നുണ്ട്. തിയറി സെറ്റ്, തിയറി O, പ്രോജക്ട് ഓർഗനൈസേഷൻ, ഫ്രീ ഫ്ലോ ഓർഗനൈസേഷൻ, വിർച്വൽ ഓർഗനൈസേഷൻ, ഇതും എവിടെ വരും? ബ്യൂറോക്രസിയിൽ തന്നെ വരും. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇന്നത്തെ കണ്ടന്റ് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഈ ശരിക്ക് പറയുകയാണെങ്കിൽ വെബറിൽ പഠിക്കുന്ന കണ്ടന്റ് പേപ്പർ 1 നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പേപ്പർ 2 പേപ്പർ 1 ചോദിക്കാം, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ കൂടുതൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ പോലും പേപ്പർ 2 ആൻസർ എഴുതാൻ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കണ്ടന്റ് ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പേപ്പർ 2 ആൻസർ എഴുതാൻ പറ്റില്ല. കാരണം പേപ്പർ 2 ചോദിക്കാൻ പോകുന്നത് വൈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് പെർഫോമിംഗ് ഓർ അണ്ടർ പെർഫോമിംഗ് ഓർ പെർഫോമിംഗ് ഉണ്ടാവില്ല, അണ്ടർ പെർഫോമിംഗ്. അതിന്റെ റീസൺ എവിടെ കിടക്കുന്നേ? വെബേറിയൻ ബ്യൂറോക്രസിയാ. ഇത് പറയാതെ നിങ്ങൾക്ക് എവിടെ എഴുതാൻ പറ്റില്ല? അവിടെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അതോറിറ്റി അല്ലെ ഇപ്പം പോട്ടെ റെയിൽവേ റിക്കറന്റ് ആയിട്ട് ഈ വർഷം പോസിബിളി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഇൻ ഇന്ത്യ റെയിൽവേ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി റെയിൽവേ ആക്സിഡന്റ് ഈസ് ഒക്കറിംഗ് ഇൻ ഇന്ത്യ. എന്തെഴുതും? ഇത് പബ്ബാഡിന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? അതിന്റെ റീസൺ ഉണ്ട്. നമ്മൾ കവച് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ല, ട്രെയിനിന്റെ ഷെഡ്യൂൾസ് ശരിയല്ല. ഇതെവിടെ എഴുതാം? നമുക്ക് GS 3 ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ, റെയിൽവേസ് വരുമ്പോൾ അവിടെ എഴുതാം. പബ്ബാഡിൽ ഇത് എഴുതാൻ പറ്റുമോ? ഇല്ല. എന്താ എഴുതാൻ പറ്റാത്ത? ഇവിടെ ഏലിയനേഷൻ ആണ് പ്രശ്നം. പബ്ബാഡിൽ വരുമ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം? ഏലിയനേഷൻ ആണ്. അതായത് ഇൻഡിവിജ്വൽ എവിടുന്ന് പോയി? വീട്ടിൽ നിന്നും പോയി, ഒബ്ജക്റ്റീവിൽ നിന്നും പോയി. അല്ലെങ്കിൽ മർട്ടൻ പറയുന്ന ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗോൾസ്. അതായത് റെയിൽവേയുടെ ഗോൾ എന്ത് മാത്രമായി? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മാറിയിട്ട് എന്തിലോട്ട് പോയി? കൂടുതൽ സാധനം, അതായത് എക്സിസ്റ്റിംഗ് സാധനത്തിന്റെ കപ്പാസിറ്റിനെ കുറിച്ച് നോക്കുന്നില്ല. എന്താ നോക്കുന്നത്? പുതിയ ട്രെയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന സാധനം മാത്രം, മോഡേണൈസേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. എവിടെ മോഡേണൈസ് ചെയ്യുന്നില്ല? സേഫ്റ്റിയിൽ മോഡേണൈസ് ചെയ്യുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗോൾ അല്ലെങ്കിൽ സബ് യൂണിറ്റൈസേഷൻ ഓഫ് ഗോൾ, സെൽസ്നിക്ക് പറഞ്ഞിട്ടുള്ള ഇതെടുത്ത് വെച്ച് ഉപയോഗിച്ചാലേ എന്ത് കിട്ടുള്ളൂ? നിങ്ങളുടെ ഉത്തരത്തില് മാർക്ക് വീഴുള്ളൂ. മറ്റേത് കിട്ടും, GS 3 എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. പക്ഷെ എന്ത് കിട്ടില്ല? GS പേപ്പർ 2 ജനറലി നമ്മൾ പേപ്പർ 1 എന്താണ്? നമുക്ക് പാടാണോ എളുപ്പമാണോ? പാടാണ്. പേപ്പർ 2 എന്താണ്? ഇന്ത്യൻ പൊളിറ്റി. അതുകൊണ്ട് എന്താണ്? വളരെ എളുപ്പമാണ്. അത് GS ആണല്ലോ. പക്ഷെ പേപ്പർ 1 എല്ലാവർക്കും എന്ത് കിട്ടാറുണ്ട്? അറൗണ്ട് ഒരു 130 മാർക്ക് കിട്ടാറുണ്ട്. 130+ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കിടക്കും. പേപ്പർ 2 എത്ര കിട്ടും? ഒരു 100 മാർക്ക് കിട്ടും.
അതായത് നിങ്ങൾ GS2 എഴുതുന്ന പോലെ മാർക്ക് എഴുതിയ GSന്റെ മാർക്ക് ഇവിടെ വീഴുള്ളൂ. ബാക്കി 40 മാർക്ക്. ഇപ്പം ഞാൻ 2017 എനിക്ക് 165 മാർക്സ് ആയിരുന്നു എന്തുണ്ടായിരുന്നേ പേപ്പർ 2 ഉണ്ടായിരുന്നേ. എന്തുകൊണ്ടാണ് ഇതുണ്ടായേ? ആ വർഷമാണ് ചോദിച്ചത് NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നു. എനിക്ക് GS3യുടെ നല്ല ആൻസർ എനിക്കറിയായിരുന്നു. ഞാൻ എഴുതി തുടങ്ങിയപ്പോഴാണ് ഓർത്ത അയ്യോ ഇത് പേപ്പർ പബ്ബാണല്ലോ, ഞാനിത് എഴുതാൻ പാടില്ല. പിന്നാണ് ഞാനത് മാറ്റിയിട്ട് മോട്ടിവേഷൻ, മൊറൽ, ഏലിയനേഷൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നിറച്ചു. മാർക്ക് കിട്ടേണ്ടത് എവിടാണ്? കാരണം ഞാൻ അതിന് ഇട്ട എഫേർട്ട് വളരെ കൂടുതലായിരുന്നു. പേപ്പർ 2 ഇട്ട എഫേർട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ മാർക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ പേപ്പർ 1 പഠിക്കുന്ന സാധനം എവിടെ എത്തണം? പേപ്പർ 2 എത്തണം. ഓരോ ചാപ്റ്ററും പിൻ പോയിന്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ചാപ്റ്റർ 9 പേപ്പർ 1 പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ചാപ്റ്റർ 8 പേപ്പർ 2 സിവിൽ സർവീസ്, രണ്ടും ഒന്നല്ലേ? പക്ഷെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ചാപ്റ്റർ 3 മോട്ടിവേഷൻ, മൊറൽ, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇത് തന്നെയല്ലേ ചാപ്റ്റർ 9? ഇത് തന്നെയല്ലേ ചാപ്റ്റർ 8 പേപ്പർ 2? കണക്റ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലോ ആൻഡ് ഓർഡർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതെവിടെ ഉണ്ട്? പേപ്പർ 2 ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ. അത് ഇവിടെയും വരണം. എന്താ നമ്മൾ പഠിച്ച പേപ്പർ 2 പഠിച്ച ഓർക്കുന്നുണ്ടോ? ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ 2 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലോ ആൻഡ് ഓർഡർ ഉണ്ടെന്നാ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഐറിഷ് കോൺസ്റ്റബിളറി പോലീസിംഗ് സിസ്റ്റവും മെട്രോപൊളിറ്റൻ ബോബി സിസ്റ്റവും. ഇതും എവിടെ വേണം? നിങ്ങളുടെ ആൻസറിൽ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? കണക്ഷൻസ് കൊണ്ടുവരാൻ പറ്റണം. അടുത്തത് എൽട്ടൺ മായോ. എൽട്ടൺ മായോയിൽ നിങ്ങൾ കൺസേൺ ആവേണ്ട ഒരാളല്ല എൽട്ടൺ മായോ. എൽട്ടൺ മായോ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. എന്തേ ഉള്ളു നമുക്ക് പഠിക്കാൻ? 3 കഥയുള്ള. ഈ കഥ എന്ത് ചോദിക്കില്ല. നിങ്ങൾ ആദ്യം ഇവിടെ എന്ത് പഠിച്ചാൽ മതി? ഫറ്റീഗ് എന്താന്ന് പഠിക്കണം. വേണ്ടേ? ഫറ്റീഗ് എന്താന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ചെയ്ത റോൾ എന്താണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഓർ വാട്ട് ഈസ് ദ ഐഡിയ ദാറ്റ് ഈസ് ബ്രോട്ട് ബൈ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ? ഇതാണ് ഇവിടെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. വേറെ ഒന്നും ചോദിക്കില്ല. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം? ഇൻഫോർമൽ ഗ്രൂപ്പും ചോദിക്കാം. ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് എഴുതുമ്പോൾ എൽട്ടൺ മായോ മാത്രം വെച്ച് എഴുതരുത്. ഇനി അടുത്ത വരുന്ന തിങ്കർ ഉണ്ട്. ആരാണ്? ചെസ്റ്റർ ബെർണാഡ്. ചെസ്റ്റർ ബെർണാഡും ഇൻഫോർമൽ ഗ്രൂപ്പിനെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ട്? നല്ല ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഫോർമൽ ഗ്രൂപ്പ് ഗീവ്സ് റൈസ് ടു ഇൻഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗീവ്സ് റൈസ് ടു ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് എഴുതുവാണെങ്കിൽ നല്ല ആൻസേഴ്സ് ഇൻഫോർമൽ ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് എവിടെയും കൂടെ ഉപയോഗിക്കാം? ചാപ്റ്റർ 3 കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്ത് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എവിടെ വരണം? ഇവിടെ വരണം. ഇനി ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ അതിന്റെ കുറെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു അതിന്റെ ബെനിഫിറ്റ് പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? അതെന്ത് ചെയ്യും? നമ്മുടെ വില്ലിംഗ്നെസ് ടു കോൺട്രിബ്യൂട്ട് ഇംപ്രൂവ് ചെയ്യും. ഇക്വിറ്റി തിയറി ഓർക്കുന്നുണ്ടോ? എന്താ ഇക്വിറ്റി തിയറി പറയുന്നത്? നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. ഇതെല്ലാം എന്ത് ചെയ്താൽ മതി? ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓരോ തിങ്കറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കാമെന്നല്ലാതെ യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയാൽ ചെസ്റ്റർ ബെർണാഡ്. ചെസ്റ്റർ ബെർണാഡില് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 3 തീമാ മേജർലി. ഒന്ന് ഇൻഗ്രീഡിയൻസ് ഇല്ലേ? വായിച്ചിട്ടില്ലേ ഇൻഗ്രീഡിയൻസ്? ആ ഇൻഗ്രീഡിയൻസിനെ പ്രോപ്പറായിട്ട് പഠിക്കുക. എന്തൊക്കെയായിരുന്നു? കോമൺ പർപ്പസ്, വില്ലിംഗ്നെസ് ടു കോൺട്രിബ്യൂട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 തീമും നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ തീമിനകത്ത് എന്തുണ്ട്? കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് UPSC ചോദിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം. ഞാൻ ആ ടെക്സ്റ്റിൽ വന്നപ്പോ ടെക്സ്റ്റിൽ നമ്മളൊരു പടമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വട്ടം UPSC ചോദിച്ചൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം. ഇതാണ് എന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് വരും. കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം. ഇതിന്റെ ഔട്ട്പുട്ടിൽ സാറ്റിസ്ഫാക്ഷൻ വരും. ഇത് രണ്ടും കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞത്. ഇതിനകത്ത് എന്ത് പറഞ്ഞായിരുന്നു? UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെസ്റ്റർ ബെർണാഡ് ഈസ് എ പൈനിയർ ഇൻ സിസ്റ്റംസ് തിയറി എന്നാ ചോദിച്ചത്. എന്ത്? ഈ കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയ ഞാൻ കൊടുക്കും, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? പിന്നെയും കൊടുക്കും. സിസ്റ്റം എന്താ പറഞ്ഞേക്കുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം. ഓർക്കുന്നുണ്ടോ? ഡൈനാമിക് ഇക്വിലിബ്രിയം. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താ? ഞാൻ എൻവയോൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടുന്ന് ആവശ്യം ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്റെ ആവശ്യം എൻവയോൺമെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കലും ഇതേ സാധനമാണ്. ഇതൊക്കെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ 14 ക്വസ്റ്റ്യന് വരുന്നതല്ല, ബാക്കിയുള്ള 5 ക്വസ്റ്റ്യന് വരുന്ന. ഇരുന്ന് ആലോചിച്ചാലേ എന്ത് കിട്ടുള്ളൂ? ഇപ്പൊ എനിക്ക് അതിന് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ എന്ത് കിട്ടില്ല?
അത്ര പെട്ടെന്നൊന്നും ഉത്തരം കിട്ടില്ല. അത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ നിന്ന് ആലോചിക്കാനല്ല, ഒരു 2 മിനിറ്റ് വരെയൊക്കെ എടുക്കണം. ഈ 2 മിനിറ്റ് പ്രോസസ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവണം. ഇനി അടുത്തത് റോൾ ഓഫ് മാനേജേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെസ്റ്റർ ബെർണാർഡിന്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ റോൾ ഓഫ് മാനേജേഴ്സ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫങ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ്? ചെസ്റ്റർ ബെർണാർഡിന്റെ ടെക്സ്റ്റിന്റെ പേരെന്താ? ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ചെസ്റ്റർ ബെർണാർഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇടപെടാൻ പാടില്ല, ഒരു നോഡ് പോലും വീക്ക് ആവാൻ പാടില്ല, അതിനകത്ത് ആരും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റർ ബെർണാർഡ് ഇത് കാണാതെ പഠിക്കുക, ഇതാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുണ്ട്? സോൺ ഓഫ് ഇൻഡിഫറൻസ്. ഈ സോൺ ഓഫ് ഇൻഡിഫറൻസ് വരുമ്പോൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? തൊട്ടപ്പുറത്തെ തിങ്കർ ആരാണ്? സൈമൺ. സൈമൺ എന്ത് പറഞ്ഞിട്ടുണ്ട്? സോൺ ഓഫ് അക്സെപ്റ്റൻസ് ആണോ? സോൺ ഓഫ് അക്സെപ്റ്റൻസ് ഉണ്ട്, പക്ഷെ സൈമൺ പറയുന്ന ഐഡിയ അതല്ലല്ലോ. 0 പോയിന്റ്. തീം അതാണ്. സോൺ ഓഫ് അക്സെപ്റ്റൻസും സോൺ ഓഫ് ഡിനയിലും ഉണ്ട്. പറയുന്നത് എന്താ? 0 പോയിന്റ് കണക്ട് ചെയ്യുക. അടുത്തത് സൈമൺ. സൈമണിൽ ഒരുപാട് കൺസെപ്റ്റ് പറയുന്ന ആളാണ്. ക്രിറ്റിസിസം ഓഫ് ക്ലാസിക്കൽ തിങ്കേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സൈമൺ എന്താ പറയുന്നത് ക്ലാസിക്കൽ തിങ്കേഴ്സിനെ പറ്റി? ക്ലാസിക്കൽ തോട്ട്സ് ആർ മിയർ പ്രോവർബ്സ്, മിത്സ് ആൻഡ് ദേ വോണ്ട് ബി ഒബ്സർവ്ഡ് ഇൻ റിയാലിറ്റി. റിയാലിറ്റിയിൽ കാണാൻ പറ്റില്ല. ഇത് തന്നെ ചോദിക്കാറുണ്ട്. സൈമൺ പറയുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ സൈമണിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ പറയാം? ബാക്കിയുള്ളവരുടെ ക്രിറ്റിസിസം നമ്മൾ എപ്പോഴും എടുത്തു പറയാം. അടുത്തത് ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ചാപ്റ്റർ 3ലും ഡിസിഷൻ മേക്കിംഗ് പഠിക്കുമ്പോഴും സൈമൺ തന്നെ പഠിക്കുന്നത്. പിന്നെ കൺസെപ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ? നോക്കട്ടെ, ഓർമ്മയുണ്ടോ? വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഈ ഓർമ്മയില്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് മാൻ, സോഷ്യൽ മാൻ ആൻഡ് എക്കണോമിക് മാൻ. ഇതിന് ഇക്വലന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് വേറൊരു തിങ്കർ പറയുന്നുണ്ട്. ആരാ? ഓൺലൈനുള്ളവര് ആരാ പറയുന്നത്? പറയുന്നുണ്ടോ ആരെങ്കിലും? ഇല്ലേ? ആർക്കും ഓർമ്മയില്ല? ഇമോട്ടീവ് മാൻ, റാഷണൽ ഇമോട്ടീവ് മാൻ, ഓർക്കുന്നുണ്ടോ? ആരാ പറഞ്ഞേ? മഗ്രീഗർ. മഗ്രീഗറിന്റെ കൺസെപ്റ്റ് ഉണ്ട്. റീഹാബിലിറ്റേഷൻ ഓഫ് ഇമോട്ടീവ് മാനേജർ, റാഷണൽ ഇമോട്ടീവ് മാനേജേഴ്സ്. ഇതെല്ലാം സിമിലർ ആണ്. ഈ സിമിലർ തോട്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഞാൻ ഇപ്പോഴത്തെ ഈ സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഐഡിയാസ് ഞാൻ പറയുവാണ്. മെയിൻസിൽ എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് പറയാ. നമുക്ക് ഇനി ഒരു സെഷൻ വെക്കാം. അവിടെ നമ്മൾ തിങ്കറിനെ ബേസ് ചെയ്തിട്ട് എല്ലാവർക്കും പഠിക്കുക. നമ്മൾ അതോറിറ്റി എടുത്തിട്ട് അതോറിറ്റിയുടെ ഇടയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എടുത്തിട്ട് സ്പാൻ ഓഫ് കൺട്രോളിന്റെ ഇടയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഒരു സെപ്പറേറ്റ് സെഷൻ ചെയ്യാം. അവിടെ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. കാരണം അതിന് ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ബേസ് കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് പേപ്പർ 1 പേപ്പർ 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കൊരു മെയിൻസ് അടുക്കുന്ന സമയമാകുമ്പോൾ, അതായത് ഒരു ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ചെയ്യാം. പക്ഷേ ജൂലൈ എൻഡോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓഗസ്റ്റിന് വേണ്ടി റെഡി ആവണം. ആണോ? ജൂലൈ എൻഡോടുകൂടി എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. ഏത് പഠിച്ചു തീർക്കണം? ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 മാത്രമാണോ? അല്ല, പബ്ബാഡ് പഠിച്ച് തീർക്കണം. നിങ്ങൾക്ക് അത് പറ്റും. ഒരു മാസം ധാരാളം. എന്നാലേ നമുക്കൊരു ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്ക് ഇതിനെ എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നോൺ പ്രോഗ്രാം ഡിസിഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്രൂവ്മെന്റ്. അല്ലേ? 2 ടൈപ്പ് ഓഫ് ഡിസിഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡിനയിലൊക്കെ ഇവിടെ ഉണ്ട്, ബട്ട് നോൺ പ്രോഗ്രാം ഡിസിഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്ത് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റും ചോദിക്കാറുണ്ട്. അത് സിമ്പിളാണ്. അടുത്തത് റെൻസസ് ലൈക്കട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് റെൻസസ് ലൈക്കട്ട്. ലൈക്കട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് പഠിക്കുക. UPSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ലൈക്കട്ട് എന്ന് പറയുന്നത്. ലൈക്കട്ടിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒരു ഇന്ററാക്റ്റീവ് ഇൻഫ്ലുവൻസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ലിങ്കിങ് ബിൻ മോഡൽ പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ഇംപ്രൂവ്മെന്റ് സൈക്കിൾ പറയുന്നുണ്ട്, സിസ്റ്റം 4 പഠിക്കുന്നുണ്ട്. അതിനകത്ത് കോസൽ വേരിയബിൾസ് ഉണ്ട്, ഇന്റർവീനിങ് വേരിയബിൾസ് ഉണ്ട്, എൻഡ് റിസൾട്ട് വേരിയബിൾസ് ഉണ്ട്. UPSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് എന്താണ്? ഓർഗനൈസേഷൻ ഇംപ്രൂവ്മെന്റ് സൈക്കിളും ഈ വേരിയബിൾസും. UPSCക്ക് വളരെ ഇഷ്ടമാണ്. ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം 4നെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതേ സിസ്റ്റം 4നെ കുറിച്ച് ആരും പറഞ്ഞിട്ടുണ്ട്? ആര് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം 4 പോലത്തെ ഒരു സാധനം? നിങ്ങള് ആർഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഒരു പ്യുവർ പാർട്ടിസിപ്പേറ്റീവ് തോട്ട്സിൽ നിന്ന് ഒരു പ്യുവർ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം 4 ആയിരിക്കും.
ആർഗ്രീസും ഇതും കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന സിസ്റ്റം 4 ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് നോക്കി വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലിക്റ്റ് അവിടെ വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അവിടെ ബ്രാക്കറ്റിനെ കൂടെ ഉപയോഗിച്ച് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള രണ്ട് സാധനം ടൈപ്പ് 4ഉം അല്ലെങ്കിൽ സിസ്റ്റം 4 ടൈപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ലിങ്കിങ് പിൻ മോഡലാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ്. ഇന്ററാക്റ്റീവ് ഇൻഫ്ലുവൻസ് സിസ്റ്റവും ലിങ്കിങ് പിൻ മോഡലും. ലിങ്കിങ് പിൻ മോഡൽ എന്താ പറയുന്നത്? ഇപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ലീഡർഷിപ്പ് ഈസ് മിസ്റ്റീരിയസ്. ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, ഏതെങ്കിലും ഒരു സാധനം മിസ്റ്റീരിയസും ഇൻട്രസ്റ്റിംഗും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞത്. അവിടുത്തെ മിസ്റ്റീരിയസിന്റെ ഒരു പാർട്ടാണ് ലിങ്കിങ് പിൻ മോഡൽ എന്ന് പറയുന്നത്. എന്താണ്? ലോവർ ലെവലിലെ എംപ്ലോയി ആയിരിക്കുന്ന ഒരാൾ, അല്ല ഹയർ ലെവലിലെ എംപ്ലോയി ആയിരിക്കുന്ന ഒരാൾ ലോവർ ലെവലിൽ എന്തായിരിക്കും? ലീഡർ ആയിരിക്കും, മിസ്റ്റീരിയസ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നോക്കി വെച്ചേക്കണം. അടുത്തത് മഗ്രിഗർ. മഗ്രിഗർ തിയറി എക്സും വൈ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, പ്രശ്നമൊന്നുമില്ല. തിയറി എക്സ് അറിയാം, ഇന്നാണ് ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ്. തിയറി വൈ എന്താണ്? മോഡേൺ പാർട്ടിസിപ്പേറ്റീവ് കൺസെപ്റ്റ് ആണ്. എന്തറിയത്തില്ല? കോസ്മോളജി. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോസ്മോളജി. ഇടയ്ക്ക് എപ്പോഴും ഒരു വട്ടം ചോദിച്ചു, കോസ്മോളജി പഠിക്കണം, മാനേജറിയൽ കോസ്മോളജി. എന്താണ് ഈ വാല്യൂസ്, എന്താണ് ഈ അസംഷൻസ്? ഈ കോസ്മോളജി എന്നാണ് ശരിക്കും തിയറി എക്സും തിയറി വൈയും ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ കോസ്മോളജി പഠിച്ചു വെച്ചേക്കുക. ആൻഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു റാഷണൽ ഇമോട്ടീവ് മാനേജേഴ്സ്. അത് രണ്ട് കൺസെപ്റ്റാ പറയുന്നത്. ഒരു റാഷണൽ ഇമോട്ടീവ് മാനേജറിനെ കുറിച്ചും പറയുന്നുണ്ട്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഓഫ് ഇമോട്ടീവ് മാനേജേഴ്സ് അവരെ കുറിച്ചും പറയുന്നുണ്ട്. ഇവരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇത് എവിടെ ഉപയോഗിക്കാം? എവിടെ ഉപയോഗിക്കാം? എല്ലാ ഓർഗനൈസേഷണൽ ഇഷ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും റീഹാബിലിറ്റേഷൻ ഓഫ് റാഷണൽ ഇമോട്ടീവ് മാനേജേഴ്സിനെ എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ. അതിന്റെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി. കോസ്മോളജി ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് വായിച്ച് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്മോളജി. ആ ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, അത് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം കോസ്മോളജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മഗ്രിഗറിനും അറിയത്തില്ല എന്താ കോസ്മോളജി എന്ന്. ഒരു മാനേജർ വിശ്വസിക്കുന്ന എല്ലാ സാധനവും എന്താണ്? മാനേജർ കോസ്മോളജി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മാനേജറിന് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, മാനേജർ വിശ്വസിക്കുന്നതൊക്കെ കോസ്മോളജിയിൽ വരും. അതുകൊണ്ട് അത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 10 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള, സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്തത് ക്രിസ് ആർഗ്രീസ്. ക്രിസ് ആർഗ്രീസും പേപ്പർ 2 വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിങ്കറാണ് ക്രിസ് ആർഗ്രീസ്. മെച്യൂരിറ്റി ഇമ്മെച്യൂരിറ്റി പാരഡൈം. സെക്കൻഡ് ARC തന്നെ ഇത് എടുത്തു വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ARC എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്യൂറോക്രാറ്റ്സ് ആർ മെച്യൂർ വൈൽ പൊളിറ്റീഷ്യൻസ് ആർ ഇമ്മെച്യൂർ ഇൻ ഇന്ത്യ. അതൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും ജനറലി ചോദിക്കുക. പിന്നെ നമുക്ക് വരുന്നത് മോട്ടിവേഷന്റെ പാരാമീറ്റർ, ജോബ് എൻലാർജ്മെന്റ് ആൻഡ് ജോബ് എൻറിച്ച്മെന്റ്, ഹൊറിസോണ്ടൽ ലോഡിംഗ് ആൻഡ് വെർട്ടിക്കൽ ലോഡിംഗ്. ചാപ്റ്റർ 3 കണക്ട് ചെയ്യാൻ പറ്റും, അതും ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ക്രിസ് ആർഗ്രീസിന് സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? ഒറ്റ ക്വസ്റ്റ്യന് ഡയറക്ട്ലി ക്രിസ് ആർഗ്രീസിനെ മാത്രം ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റുള്ളൂ. എന്താണ്? അത് എഴുതിയിട്ടില്ല, ഇനി പറഞ്ഞു. എന്താ ക്രിസ് ആർഗ്രീസിന്ന് ഡയറക്ട്ലി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒരു തീമേ ഉള്ളൂ. പ്രോഗ്രാംഡ് ലേണിംഗ്. ഓർക്കുന്നുണ്ടോ? സിംഗിൾ ലൂപ്പ്, ഡബിൾ ലൂപ്പ് ആൻഡ് ട്രിപ്പിൾ ലൂപ്പ് ലേണിംഗ്. ഇത് 3 പഠിച്ചു വെച്ചോണം. സിംഗിൾ ലൂപ്പ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറെ റിവേഴ്സ് ചെയ്യാനുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക്. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് പ്രോപ്പർ ചാനലിലായിരിക്കണം. ഇപ്പൊ വിചാരിക്കുക, നിങ്ങൾക്ക് ക്രിസ് ആർഗ്രീസ് നിങ്ങൾ പഠിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് ഡബിൾ ലൂപ്പ് ലേണിംഗ് മനസ്സിലാവുന്നില്ല, അല്ലെ ട്രിപ്പിൾ ലൂപ്പ് ലേണിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ട്രിപ്പിൾ ലൂപ്പ് ലേണിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു ബുക്ക് എടുക്കുന്നു. പുതിയൊരു ബുക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് ലൈക്കായിട്ട് അപ്പുറത്ത് പുതിയൊരു സാധനം പറഞ്ഞേക്കുന്നതാണ്. ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബേസ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കുക. ട്രിപ്പിൾ ലൂപ്പ് ലേണിംഗ് അല്ലെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കോസ്മോളജി, മഗ്രിഗറിന്റെ കോസ്മോളജി മനസ്സിലാവുന്നില്ല. എയ്തർ ഡയറക്ട്ലി കോൺടാക്ട് യുവർ മെന്റർ ഫാക്കൽറ്റി ഓർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനിൽ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഐഡിയ എടുക്കുക. ഓവറായിട്ട് ഇതിനകത്ത് പണിയെടുക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. അപ്പൊ അടുത്ത വർഷത്തെ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ലിറ്റിൽ ബിറ്റ് മോർ ടൈം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ പ്രിപ്പറേഷൻ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് എഴുതേണ്ടത് ഇത്രയും സാധനങ്ങളെ ഇവിടെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല, ഒന്നും ചോദിക്കാൻ പോകുന്നില്ല ഡയറക്ട്ലി. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനുള്ള കണ്ടന്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഒരിടത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സാധാരണ
ഈ ചാപ്റ്റർ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പ്രസാദ് തുടങ്ങും. അത് തീർന്നു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മെയിൻസ് ആവും. ഇത് സംഭവിക്കരുത്. തിങ്കറിൽ നിന്ന് ഇത് മതി. നമ്മളിപ്പം നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത ഐഡിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും കൂടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അതും കൂടെ അതിൽ ഞാൻ പറയുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണം. വേറൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അറിയണ്ട. നമ്മുടെ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. എത്ര പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? അല്ലെ 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനാ ചോദിക്കാൻ പോകുന്നത്. എത്ര പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? നമ്പർ ഇല്ല അതിന്. 6, 7, 8 കൂടി പോയ 10 പോയിന്റ്. നിങ്ങൾ ഈ എല്ലാ ബുക്കും വായിച്ച് എല്ലാവരും ഇപ്പം ചെസ്റ്റർ ബർണാർഡ് പഠിക്കാൻ ചെസ്റ്റർ ബർണാർഡിന്റെ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തിരിക്കും? എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഞാനൊരു ഉത്തരം പറയുമ്പോൾ അതല്ല ഉത്തരം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, അല്ലേ? ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ഇതല്ല പറയുന്നത്, എന്റെ ഇന്റർപ്രിട്ടേഷൻ തെറ്റാണ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്തു? 2 പേര് ഇരിക്കുന്നു, ഒരാൾ ബേസ് ടെക്സ്റ്റ് വായിച്ചു, അതിനകത്ത് 8 പോയിന്റ് ഉണ്ട്, ഒരാൾ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് വായിച്ചു 100 പോയിന്റ് ഉണ്ട്. ഒരാൾക്ക് 300 മാർക്ക് കിട്ടും, മറ്റേ ആൾക്ക് 150 മാർക്കേ കിട്ടുള്ളൂ. ഇതാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോർ ഐഡിയ മാത്രം വായിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി എല്ലാത്തിന്റെ അകത്തുനിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കമ്പാരിസൺ ആൻഡ് ക്രിറ്റിസിസം. ഇത് എല്ലാ പോർഷനിൽ നിന്നും നമുക്ക് ചോദിക്കാം, ഏത് തിങ്കറിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ഇവർ രണ്ടുപേരും പറഞ്ഞേക്കുന്ന ഒന്നല്ലേ, ഇവർ രണ്ടുപേരും പറഞ്ഞേക്കുന്ന 2 അല്ലേ, രണ്ടുപേരും ഒന്നാണോ പറയുന്നത് 2 ആണോ പറയുന്നത്, ഇങ്ങനെയുള്ള സാധനം ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്രിറ്റിസിസം എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക, എസ്പെഷ്യലി ബ്യൂറോക്രസിയുടെ ക്രിറ്റിസിസം. മെർട്ടൺ, സെൽസ്നിക്, തോംസൺ, പീറ്റേഴ്സ് പ്രിൻസിപ്പിൾ, പാർക്കിൻസൺസ് ലോ, ബെന്തം സ്റ്റോക്സ് ലോ, ഇതെല്ലാം എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? കേട്ടിട്ടില്ലേ ഈ പേരുകളൊക്കെ? ഇതെല്ലാം ബ്യൂറോ പത്തോളജി ഒക്കെ ഡയറക്ട്ലി UPSC ചോദിച്ചിട്ടുണ്ട്. ബ്യൂറോ പത്തോളജി, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗോൾ, ഇതൊക്കെ എടുത്തു വെച്ച് ചോദിക്കാറുണ്ട്. മാർക്സിസം, മാർക്സിസ്റ്റ് തോട്ട്. എന്താ മാർക്സിസം പറയുന്നത്? ബ്യൂറോക്രസി എന്ത് ചെയ്യുന്നില്ല, ബ്യൂറോക്രസി ഓൺലി സോൾവ്സ് ദി ഇഷ്യൂസ് ഓഫ് ബൂർഷ്വാസി. ബൂർഷയുടെ ഐഡിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സോൾവ് ചെയ്യുന്നുള്ളൂ. പഠിച്ചു വെച്ചേക്കാം. എഫേർട്ട് പ്രോപ്പർ ലൈനിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോറബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പേപ്പർ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ആർക്ക് പറ്റും? പ്രഭാകരന് പറ്റും. നിങ്ങൾക്ക് 230 കിട്ടും, 310 കിട്ടും. എന്ത് വേണം? നിങ്ങളുടെ ചോയ്സ്. പക്ഷെ എഫർട്ട് കൂടുതലാട്ടോ, എഫർട്ട് ഇട്ടേ പറ്റും. കാരണം അടുത്ത 3 മാസം നല്ല എഫർട്ട് ഇട്ടേ പറ്റുള്ളൂ. അടുത്ത ചാപ്റ്റർ 3. ഈ ചാപ്റ്റർ 3യുടെ പെർസ്പെക്റ്റീവ് ഇപ്പൊ നമ്മള് നേരത്തെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 3 നോക്കിയേ, ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് പറയാം. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ മോട്ടിവേഷനും ലീഡർഷിപ്പും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചോദിക്കും? ഡയറക്റ്റ് തിയറി ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം റെഡിൻസ് 3D മോഡൽ ചോദിച്ചു. അത് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ അതിന്റെ സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഡെവലപ്മെന്റ് അപ്രോച്ച് ഒക്കെ വരുന്ന സാധനം, അത് ചോദിക്കാം. ലീഡർഷിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സാധനം ചോദിക്കാം. മോട്ടിവേഷൻ വരുവാണെങ്കിൽ മോട്ടിവേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു തിയറി ചോദിക്കാം. മോട്ടിവേഷനിൽ ഇപ്പോൾ ജനറലി ചോദിക്കാറ് മാസ്ലോയും ആരാണ്, ഹെർസ്ബർഗും ആണ്. പിന്നെ തിയറി എക്സും തിയറി വൈയും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പോസിബിളി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇനി പെൻഡിങ് ഉള്ളത് ERG തിയറി, വിക്ടർ വ്രൂം എക്സ്പെക്ടൻസി തിയറി, അതുപോലെ തന്നെ എന്തുണ്ട്, ഗോൾ സെറ്റിംഗ് തിയറി. ഇതൊക്കെ എന്ത് ചെയ്യാം, ഇനി ചോദിച്ചിട്ടില്ല, ചോദിക്കാം. ഈ മോട്ടിവേഷണൽ പൊട്ടൻഷ്യൽ സ്കീം ഒക്കെ പറയുന്ന തിയറീസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ലീഡർഷിപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലീഡർഷിപ്പിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? കുറെ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയും പാത്ത് ഗോൾ തിയറി പെൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ തിയറി പെൻഡിങ് ഉണ്ട്. മറ്റേ ബാക്കിയെല്ലാം ഒരുവിധം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കാറുള്ള ഒരു ലീഡർഷിപ്പിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡർഷിപ്പ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള പെർസ്പെക്റ്റീവിലും ചോദിക്കാം. ഈ ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡർഷിപ്പ് പറയുമ്പോൾ ആരെ കൊണ്ടുവരണം? ആരെ കൊണ്ടുവരും നിങ്ങൾ? അല്ലെ ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡർഷിപ്പിന്റെ ബേസിസ് എന്താ, ബേസ് പോയിന്റ് എന്താ? നേരത്തെ നമ്മൾ പഠിച്ചൊരു തിങ്കറിലുണ്ട്, വെബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെബറിന്റെ എന്താണ്? കരിസ്മാറ്റിക് ലീഡർഷിപ്പ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് തന്നെയാണ് ഏകദേശം ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡറിൽ വരുന്നത്. അവിടെ അതും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റണം, ഓർത്തിരുന്നാൽ മതി. ഇവിടെ രണ്ടുമാണ് നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 3 എടുത്ത് നമ്മൾ കണ്ടന്റ് പഠിച്ചു. ഇപ്പൊ മൊറൈലിൽ പറയുവാണെന്നുണ്ടെങ്കിൽ മൊറൈൽ ഒരൊറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഈസ് മൊറൈൽ? ക്യാൻ ബെറ്റർ മൊറൈൽ ലീഡ്സ് ടു ബെറ്റർ പ്രൊഡക്ടിവിറ്റി. ഇതാണ്. അവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി? കീത്ത് ഡേവിസിനെയും ലൈക്കട്ടിനെ ഉപയോഗിച്ചാൽ മതി. 10 മാർക്കിനോ 15 മാർക്കിനോ ആയിരിക്കും ചോദിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിനൊരു ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ആ ഡയഗ്രാം ഉപയോഗിച്ച് തന്നെ ആൻസർ എഴുതിയാൽ മതി. ഇത് 3ഉം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങും കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ചാപ്റ്ററിൽ മാത്രം നിർത്താൻ
പാടില്ല. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ സൈമണിൽ പഠിച്ചു. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പബ്ലിക് പോളിസിയിൽ പഠിക്കും. ഡിസിഷൻ മേക്കിംഗ് നോൺ പ്രോഗ്രാം, പ്രോഗ്രാംഡ്, സ്ട്രാറ്റജിക്, നോൺ സ്ട്രാറ്റജിക്, റുട്ടീൻ, കുറെ ടൈപ്സ് കൂടി. പേഴ്സണൽ, ഇപ്പം ആർഗ്രീസ് എടുക്കുവാണെങ്കിൽ പേഴ്സണലും ഓർഗനൈസേഷണൽ ഡിസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതായത് ഇത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ട് വേണം ഈ ചാപ്റ്ററിന് ആൻസർ എഴുതാൻ. സിമിലർലി കമ്മ്യൂണിക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിലും എവിടൊക്കെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഒരു എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഫിനാൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്താ? PFMS, പബ്ലിക് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം. GST കൗൺസിൽ, ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രഗതി, പ്രൊആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിളാ? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ചാനൽസിന്റെ എക്സാമ്പിളാ. ഇനി സിറ്റിസണും ഗവൺമെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്ത് പറയാം? പരിവാഹൻ, ആധാറില്ല, കോവിഡിന്റെ എന്തായിരുന്നു, ആരോഗ്യ സേതു, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എക്സാമ്പിൾസ് പറയാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഒരു വലിയൊരു ബൾക്ക് സാധനം കയ്യിലുണ്ടാവണം. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ ജൂലൈ എൻഡ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിൽ എല്ലാ ചാപ്റ്ററിലും എന്തുണ്ടാവണം? പറ്റുവാണെങ്കിൽ ഒരു വലിയൊരു ഡയഗ്രാം വരച്ച് ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുമത്തിൽ ഉണ്ട്. അത് പാടാ, പിന്നെ കൊണ്ടുനടക്കാൻ പാടാ. ബുക്കിൽ അതിന്റെ ഒരു വെർഷൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇനി ചാപ്റ്റർ 4 ആണുള്ളത്. ചാപ്റ്റർ 4 ഇവിടെ എന്ത് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഇൻ കമ്പാരിസൺ വിത്ത് ബ്യൂറോക്രസിയാ ചോദിക്കാം. എസ്പെഷ്യലി ഓർഗനൈസേഷണൽ തിയറീസ്, കണ്ടിജൻസി തിയറീസ് എടുക്കുവാണെങ്കിൽ അവിടെ വാരൻ ബെന്നിസ് വരുന്നുണ്ട്, ആൽവിൻ ടോഫ്ലർ വരുന്നുണ്ട്. ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ഓർഗാനിക് അഡാപ്റ്റീവ് മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ആൽവിൻ ടോഫ്ലർ എന്താ പറഞ്ഞേ? അഡോക്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്യൂറോക്രസിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തുകൊണ്ട് വരണം? അഡോക്രസി കൊണ്ടുവരണം. ഇതാണ് നിങ്ങൾ എവിടെ എഴുതണ്ടേ? വെബറിന്റെ ക്രിറ്റിസിസം. പിന്നെ എവിടെ എഴുതും? അഡോക്രസി, ഓർഗാനിക് അഡാപ്റ്റീവ് മോഡൽ. ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. എവിടെ? പേപ്പർ 2. എന്ത് ചെയ്യാം, എങ്ങനെ ഓർഗനൈസേഷനെ ഇംപ്രൂവ് ചെയ്യാം? അഡോപ്റ്റിംഗ് ദ ഐഡിയാസ് ഓഫ് വാരൻ ബെന്നിസ് ആൻഡ് ആൽവിൻ ടോഫ്ലർ such as organic adaptive model and advocacy can bring efficiency in grassroots level bureaucracy. നിങ്ങളുടെ കൺക്ലൂഷൻ ആണിത്. എപ്പോഴും നിങ്ങളുടെ കൺക്ലൂഷൻ ആയിരിക്കും. ഇതിന്റെ പല വേർഷൻസ് പഠിച്ചു വെച്ചേക്കും. ഇതുപോലെ കുറെ തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ തിങ്കേഴ്സിനെ എല്ലാം ഇവിടെ കൊണ്ടുവരണം, ഇവിടെ കൊണ്ടുവരണം. ഇനി ഈ ചാപ്റ്റർ സ്പെസിഫിക് ആയിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ I'll be choosing first one organization, second one systems approach, പിന്നെ കുറച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഫീൽഡ് റിലേഷൻഷിപ്പ്. ഈ 3 എണ്ണമാണ് ഒരു ചാപ്റ്റർ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യന് വരുന്നത്. ഒന്നാമത്തത് ഓർഗനൈസേഷൻ. ഇവിടെയും ശരിക്കും ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ഒരു ചാപ്റ്റർ സ്പെസിഫിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബ്യൂറോക്രസി ആൻഡ് ഓപ്പൺ മോഡൽ ഇതിന്റെ കമ്പാരിസൺ ആയിരിക്കും പറയാം. ഇവിടെ നമ്മൾ സൈമണിന്റെ എന്ത് ഉപയോഗിക്കണം? മോഡൽ സിന്തസിസ്. ഓർക്കുന്നുണ്ടോ മോഡൽ സിന്തസിസ്? ഓപ്പൺ മോഡലും ക്ലോസ് മോഡലും കൂടെ വന്നിട്ട് എന്തുണ്ടാവും? ഒരു മോഡൽ സിന്തസിസ് കൊണ്ടുവരാം. ഈ പ്രോസസ് വഴി നമുക്കൊരു ബെറ്റർ മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം, നീഡ്സിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഇനി സിസ്റ്റം അപ്രോച്ച് നിങ്ങൾ നല്ലപോലെ കണ്ടന്റ് നല്ലപോലെ പഠിക്കണം. എസ്പെഷ്യലി എന്ത് പഠിക്കണം? എൻട്രോപ്പി നല്ലപോലെ പഠിക്കണം. എൻട്രോപ്പിൻ ഡൈനാമിക് ഇക്വിലിബ്രിയം, അതൊരു ഡയഗ്രാം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വരച്ചായിരുന്നു. അതെന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. അതായത് എങ്ങനെയാണ് ഒരു ഹയർ ഓർഡർ വാല്യൂ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡിസിന്റഗ്രേഷനിൽ പോവാതെ സർവൈവ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കിയ, കൊഡാക്ക് പോലത്തുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫീൽഡ് റിലേഷൻഷിപ്പ്. ഇവിടെ എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ്? ഗുല്ലിഗിന്റെ ഹാൻഡ് മോഡൽസ്, ഓൾ ഫിംഗേഴ്സ്, ഷോർട്ട് ആം ലോങ് ഫിംഗേഴ്സ്, ലോങ് ആം ഷോർട്ട് ഫിംഗേഴ്സ്. ഓർക്കുന്നില്ലേ? ഈ മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫീൽഡ് റിലേഷൻഷിപ്പിൽ എന്തും കൂടെ ഉണ്ട്. ഇത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അതിനകത്ത് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാ, അതും പ്രോപ്പറായിട്ട് പഠിക്കുക. ഇതൊക്കെ വളരെ ഡയറക്ട്ലി കിട്ടുന്ന ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഈ സിസ്റ്റമും ഹെഡ്ക്വാർട്ടർ ഫീൽഡ് റിലേഷൻഷിപ്പും. സിസ്റ്റമിന്റെ കണ്ടന്റ് എല്ലാം പഠിക്കുക. ഇപ്പം ഐസോമോർഫിസം ഇങ്ങനെയുള്ള കുറെ സ്പെസിഫിക് കണ്ടന്റ് ഇല്ലേ. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റം തിയറി ശരിക്കും ആപ്ലിക്കബിൾ അല്ല. അല്ലെങ്കിൽ സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ബയോളജി ഇൻ ടു അഡ്മിനിസ്ട്രേഷൻ. ഇത് ശരിയാണോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ആൻസർ ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യണ്ട, ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇതാണ് അതിന്റെ ഒരു ബേസ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? ചാപ്റ്റർ 4 വരെ എന്താണ് ചോദിക്കുന്നത് എന്നുള്ള ഐഡിയ കിട്ടിയോ? ഇതിന്റെ പല വേർഷൻസ് ആയിരിക്കും. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇതാണോ എന്ന് പോലും നമുക്ക്
മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ ഇതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴും ഡെയിലി ആൻസർ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഇതിന്റെ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്ത് വന്നോളും. ഒരു പ്രശ്നമില്ല, നമുക്കത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആയോ? ഓൺലൈനില് അയ്യോ അത് വിട്ടുപോയി ഞാൻ, അതുകൊണ്ടുണ്ട്. ഈ ഏറ്റവും അവസാനം ചാപ്റ്റർ 4 ഒരു ഇതും കൂടെ ഉണ്ട്, ഓർഗനൈസേഷണൽ ടൈപ്പ്, ബോർഡ്, കമ്മീഷൻ, IRC ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻസ്, അതുപോലെ തന്നെ PPP. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എന്ത് ചെയ്യണ്ട, കാണാതെ പഠിക്കുമല്ല വേണ്ട, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട 2 കമ്പോണന്റ് ഉള്ളത് IRC ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻസും PPP. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി ഓർഗനൈസേഷന്റെ ഒക്കെ ഒരു ജനറൽ ഫീച്ചർ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. പക്ഷെ IRCയും PPPയിലും എന്ത് വേണം, നല്ല കണ്ടന്റ് വേണം. ഇതേ PPP എവിടെ വരുന്നുണ്ട്, എവിടെ വരുന്നുണ്ട്, എവിടെ വരുന്നുണ്ട്? പേപ്പർ 2-ലുണ്ടോ PPP? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഓർക്കുന്നുണ്ടോ? അതിന്റെ ഏറ്റവും അവസാനം NPM-ന്റെ ഭാഗമായിട്ടുള്ള സൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്ത് വരുന്നുണ്ട്, PPP വരുന്നുണ്ട്. ഇതേ സാധനം വിജയ് കേൾക്കാർ കമ്മിറ്റി ഒക്കെ അവിടെ നമ്മൾ വിജയ് കേൾക്കാർ കമ്മിറ്റി ഓൺ റീവൈറ്റലൈസിങ് PPP അതൊക്കെ എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, എക്സാമ്പിൾസും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പോസിബിൾ സിനാരിയോസ് ഈ 4 ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സിനാരിയോസ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ നെക്സ്റ്റ് മൺഡേ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ടെസ്റ്റ് ഇടുമ്പോൾ ഇത് തന്നെ ഒന്നും ചൂസ് ചെയ്യില്ല, എല്ലാം ഞാൻ ചൂസ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഇതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് കണ്ടന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റാ. അപ്പൊ ഞാൻ ആ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയാം. ഞാൻ കുറച്ച് കീവേഡ്സ് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് തരാം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും ചെയ്യുക. ഇതൊരു കംപ്ലീറ്റ് ഐഡിയ ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാപ്റ്റർ 1 എടുക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ 1 അഡ്രസ് ചെയ്യേണ്ട കുറച്ച് കമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യേണ്ട കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഒന്ന്, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ മീനിങ്ങിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്താ പഠിക്കണ്ടേ? മീനിങ് കാണാൻ പഠിക്കുവാണോ? ഒരു ഡെഫിനിഷൻ പഠിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദി ആക്ഷൻ പാർട്ട് ഓഫ് ഗവൺമെന്റ്. വാൾഡോ പറഞ്ഞിട്ടുണ്ട്. ഈ വാൾഡോയുടെ ഈ കൺസെപ്റ്റ് പഠിച്ച് ഇത് മാത്രം പഠിക്കണമെന്നല്ല, ഇതെങ്കിലും എന്ത് ചെയ്യണം, പഠിക്കണം. ഇതെങ്കിലും നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതൊരു നല്ല സ്റ്റാർട്ടിങ് ആണ്. പക്ഷെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നല്ലൊരെണ്ണം ഉപയോഗിക്കാമെങ്കിൽ നോ ഇഷ്യൂസ്, ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി അടുത്ത വരുന്നത്, ഇവിടെ ഒരു ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് കാര്യം ആലോചിക്കണം? ഇവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് ഡിസിപ്ലിനും ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ പ്രാക്ടീസും ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ആസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ ആൻഡ് പ്രാക്ടീസ്, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പിയേഴ്സ് എന്നും പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ഓർക്കുക, ഡിസിപ്ലിൻ ആൻഡ് പ്രാക്ടീസ് എങ്കിലും ഓർത്തിരിക്കുക. ഇനി നേച്ചർ എടുക്കുക. മീനിങ്, സ്കോപ്പ്, നേച്ചറിനകത്ത് എന്തുണ്ട്? നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഐഡിയ, നിങ്ങളുടെ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത്, ബാക്കിയെല്ലാം വേണം നമുക്ക്, വേണ്ടെന്നല്ല, പക്ഷെ ഇത് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക. സ്റ്റീഫൻ കെ ബെയ്ലി 4 എന്ത് പറയുന്നുണ്ട്? അസംഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? 4 ഡയമെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ക്രിപ്റ്റീവ് ഡയമെൻഷൻ, നോർമേറ്റീവ് ഡയമെൻഷൻ, അസംപ്റ്റീവ് ഡയമെൻഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റീവ് ഡയമെൻഷൻ. ഓർക്കുന്നുണ്ടോ? ഇത് സ്റ്റീഫൻ കെ ബെയ്ലി ഓർത്ത് വെച്ചിരുന്നത്. നിങ്ങളുടെ നോട്ടിലും ടെക്സ്റ്റിലും ഒക്കെ ആയിട്ട് സ്റ്റീഫൻ കെ ബെയ്ലി ഉണ്ടാവും. ഇല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് സ്റ്റീഫൻ കെ ബെയ്ലി. ഈ 4 ഡയമെൻഷൻസ് ഓർത്ത് വെക്കുക. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും എന്ത് ഉപയോഗിക്കാം? തിയറട്ടിക്കൽ ഇവാലുവേഷൻ നടത്തേണ്ട ഒരു കണ്ടീഷനിലും ഈ സ്റ്റീഫൻ കെ ബെയ്ലിയുടെ 4 ഡയമെൻഷൻസ് ഉപയോഗിച്ച് പറയാം. ഡിസ്ക്രിപ്റ്റീവ് ഡയമെൻഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എവിടെ നിൽക്കുന്നു ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. നോർമേറ്റീവ് ഡയമെൻഷൻ, വാല്യൂസ് എന്ത് വാല്യൂസ് ആണ് ഫോം ചെയ്യുന്നത്. അസംപ്റ്റീവ് ഡയമെൻഷൻ, ബെലവനന്റ് നേച്ചർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ആണോ, അതായത് നിങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ചോദിക്കുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നല്ലതാണോ മോശമാണോ. ഇനിയിപ്പം പേപ്പർ 2 ചോദിക്കുകയാണ് ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നല്ലതാണോ. അപ്പൊ എന്ത് പറയാം? ഇന്ന ഡിസ്ക്രിപ്റ്റീവ് ഡയമെൻഷൻ ഇന്ന വാല്യൂസ് ഉണ്ട്, ഇന്ന സാധനങ്ങൾ ഇല്ല. നോർമേറ്റീവ് ഡയമെൻഷൻ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇല്ല. ആ ഇവാലുവേഷൻ എന്ത് കിട്ടും?
കുറച്ചും കൂടെ ഒരു ബെറ്റർ ക്ലാരിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് റിഡ്ലി പറയുന്ന ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. വാട്ട് ഓൾ ആർ ടു ബി സ്റ്റഡീഡ് ആൻഡ് ഹൂ ഓൾ ആർ ടു ബി ഇൻക്ലൂഡഡ്. ഇതും ഓർത്തു വെച്ചേക്കുക. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് ഒക്കെ പറയുമ്പോൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒരാൾ പറയുവാണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പറയാം, അതിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിന്റെ പ്രധാന പ്രശ്നം വാട്ട് ഓൾ ആർ ടു ബി സ്റ്റഡീഡ്, എന്ത് പഠിക്കണം എന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. റിഡ്ലി പറയുന്നത് എന്ത് പഠിക്കണമെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കൺഫ്യൂഷനെ അഡ്രസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? റിഡ്ലിയുടെ ഐഡിയ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് സയൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് സയൻസ്. ഇവിടെ എന്താ വേണ്ടേ? എന്താ വേണ്ട സയൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ? എന്ത് വേണം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സയൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സയൻസ് ആണോ? ക്വസ്റ്റ്യൻ അതാണോ? നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സയൻസ് ആണോ? എന്തെഴുതും? അവിടെ ഒരു തിങ്കർ വേണം. അത് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് തിങ്കറാ? റോബർട്ട് ഡാൽ. ഡാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇമ്പോസിബിലിറ്റി ടു എലിമിനേറ്റ് ഹ്യൂമൻ എലമെന്റ്, ഇമ്പോസിബിലിറ്റി ടു എലിമിനേറ്റ് നോർമേറ്റീവ് കൺസിഡറേഷൻ, നാരോ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ്. അതുകൊണ്ട് എന്ത് പറ്റില്ല? സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറ്റില്ല. ഈ തിങ്കർ നിങ്ങളുടെ ആൻസറിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. റോബർട്ട് ഡാൽ. സയൻസ് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിന്റെ ഒറ്റ ആൻസർ അത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ, അത് ചോദിക്കുമെന്നു. അവിടെ എന്തൊക്കെ വേണം? സിമിലാരിറ്റി നമുക്ക് എഴുതാൻ പറ്റും, രണ്ട് സിമിലർ ആണ്. ആര് പറയാം? വിൽസനെ കോട്ട് ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി ലെസ് അൺബിസിനസ് ലൈക്ക് എന്ന് പറയാം. അതേസമയം ഡിഫറൻസിയേഷനിൽ നമുക്ക് വേറെ കുറച്ച് തിങ്കേഴ്സ് വേണം. ആരൊക്കെ ഉണ്ട്? കൂപ്പർ ആൻഡ് കെറ്റിൽ ഡയഗ്രാം ഉണ്ട്. കൂപ്പർ ആൻഡ് കെറ്റിൽ സ്റ്റഡീസ്, ഹൈബ്രിഡ് ഓർഗനൈസേഷൻ, പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ, കൂപ്പർ ആൻഡ് കെറ്റിൽ സ്റ്റഡീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഹാഷ് ആൻഡ് ഹോൾ സ്റ്റഡീസ് ഉണ്ട്. മൂർ ഉണ്ട്. മൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ്, ആക്സസ് ആൻഡ് ഏജൻസി. മൂറിന്റെ ഐഡിയ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. മൂറ്, കൂപ്പർ ആൻഡ് കെറ്റിൽ സ്റ്റഡീസ്, ഹാഷ് ആൻഡ് ഹോൾ സ്റ്റഡീസ്, ഇത് മൂന്നും വേണം. അതുപോലെ തന്നെ വേണമെങ്കിൽ ബ്ലോ ആൻഡ് സ്കോട്ട് ഉണ്ട്. ബ്ലോ പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. കോമൺ വീലും പ്രോഫിറ്റും. ഇതാണ് ഒരെണ്ണം എന്താ ഫോക്കസ് ചെയ്യുന്നത്? കോമൺ വീൽ അല്ലെ കോമൺ വെൽഫെയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താ ഫോക്കസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ജോഷിയ സ്റ്റാമ്പും ഓർത്തു വെച്ചേക്കുന്നത് നല്ലതാണ്. ജോഷിയ സ്റ്റാമ്പ് വളരെ ബേസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. യൂണിഫോമിറ്റി ഇൻ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി, എക്സ്റ്റേണൽ കൺട്രോൾ, എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ കമ്പോണന്റ്, ഇതെല്ലാം പറയുന്നുണ്ട്. ആര്? ജോഷിയ സ്റ്റാമ്പ്. ജോഷിയ സ്റ്റാമ്പിനെ നിങ്ങൾക്ക് ഒരു ബേസ് ഐഡിയ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ജോഷിയ സ്റ്റാമ്പ് ഡയറക്ട്ലി കോട്ട് ചെയ്ത് സമയം കളയണം എന്നില്ല, ജസ്റ്റ് പറയാ. പക്ഷെ ആരൊക്കെ വേണം? മൂറ് വേണം, കൂപ്പർ കെറ്റിൽ വേണം, ഹാഷ് ആൻഡ് ഹോൾ വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലാരിറ്റിയിലും ഡിസിമിലാരിറ്റിയിലും. അടുത്ത വിൽസൺസ് വ്യൂ. അറിയാമല്ലോ വിൽസൺസ് വ്യൂ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആ 7 ഡയമെൻഷൻസ് ആണ്. റീസൺ ഫോർ ലേറ്റ് എമർജൻസ് അത് വേണം. രണ്ടാമത് സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡൈക്കോട്ടമി ഉണ്ട്. പിന്നെന്തുണ്ട്? ബിസിനസ്, അഡ്മിനിസ്ട്രേഷൻ ആസ് ബിസിനസ് ഉണ്ട്. CPA വളരെ ഇമ്പോർട്ടന്റ് ആണ്. CPA നമ്മൾ സെക്ഷൻ ബിയില് ചാപ്റ്റർ 7 വരുമ്പോ അവിടെ എന്ത് ഉപയോഗിക്കും? വിൽസനെ കൊണ്ടുവരും. വിൽസനെ കൊണ്ടുവരേണ്ട റീജിയൻ ശരിക്കും അവിടെ ആണ്. അപ്പോ CPA ഉണ്ട്. പിന്നെന്തുണ്ട്? പബ്ലിക് ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പേപ്പർ 2-ലും അതുപോലെ തന്നെ ചാപ്റ്റർ 5-ലും ഉപയോഗിക്കാവുന്ന ഒരു കണ്ടന്റ് ആണ് ചാപ്റ്റർ 5. അതുപോലെ തന്നെ പേപ്പർ 2-ൽ ഫുൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് പബ്ലിക് ഒപ്പീനിയൻ ബൈ വിൽസൺ. എന്താ പറഞ്ഞേക്കുന്നത് വിൽസൺ പബ്ലിക് ഒപ്പീനിയനെ പറ്റി? ഇൻഡിസ്പെൻസബിൾ. അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ന്യൂ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പബ്ലിക് ഒപ്പീനിയൻ വേണമെന്നാ പറഞ്ഞേക്കുന്നത്. എവിടെ ഉപയോഗിക്കാം? അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. ഓർക്കുന്നുണ്ടോ? വോയിസ് ആൻഡ് എക്സിറ്റ്. ഓർക്കുന്നുണ്ടോ? അതൊക്കെ അവിടെ എത്തുമ്പോൾ ഓർക്കാന്നല്ലേ? വോയിസ് ആൻഡ് എക്സിറ്റ് ചാപ്റ്റർ 5. അതുപോലെ തന്നെ പേപ്പർ 2-ലെ പഞ്ചായത്ത് രാജ്, അവിടെ എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ. എവിടെ വരുന്നേ? ഗ്രാമസഭ, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമസഭ, പഞ്ചായത്ത് രാജ്. അല്ലെങ്കിൽ സെക്കൻഡ് ARC പറയുന്ന ഏരിയ ബേസ്ഡ് സഭാസ്, വോയിസ്, എക്സിറ്റ്, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി എവല്യൂഷൻ ഉണ്ട്. എവല്യൂഷനിൽ എന്ത് ചെയ്യും നിങ്ങൾ? എവല്യൂഷൻ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം.
അവരെന്തേലും ഒരു ദിവസം എവല്യൂഷൻ ചോദിക്കുമെന്നുള്ളതും പറയാൻ പറ്റില്ല. പക്ഷെ എവല്യൂഷനിൽ എന്താ പ്രശ്നം? എവല്യൂഷൻ എങ്ങനെയാ? നിങ്ങളുടെ എവല്യൂഷന്റെ പുറത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ട്? കഴിഞ്ഞ പ്രാവശ്യം എവല്യൂഷനിൽ നിന്ന് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. നിക്കോളാസ് ഹെൻറി, ലോക്കസ്, ഫോക്കസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ വെയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാട്ട്, ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കണം. എസ്പെഷ്യലി ഈ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയം, അതായത് പീരീഡ് 5 ഒക്കെ വരുന്ന സമയത്ത് ഉള്ള ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പീരീഡ് 4ഉം 5ഉം ഒക്കെ വരുന്ന സമയത്ത് കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. എന്തുകൊണ്ടാണ്? അവിടെ ക്രിട്ടിക്കൽ തിയറി, നമ്മൾ ബ്യൂറോക്രസിയിൽ വരുന്ന ക്രിട്ടിക്കൽ തിയറി ഇവിടെ എടുത്ത് അഡ്രസ് ചെയ്യും ഈ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കൂട്ടത്തിൽ. എന്താ ക്രിട്ടിക്കൽ തിയറി പറയുന്നത്? വെബേറിയൻ ബ്യൂറോക്രസീസ്, ഇത് കീവേഡ്സ് ആട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്രിട്ടിക്കൽ തിയറി പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് വെബേറിയൻ തിയറി ഈസ്, അല്ലെ വെബേറിയൻ ബ്യൂറോക്രസി ഈസ് ടോപ്പ് ഡൗൺ, റിജിഡ്, മെക്കാനിസ്റ്റിക്, റെസ്ട്രിക്റ്റഡ് അപ്രോച്ച് ആൻഡ് ഹാവ് ഓർഗനൈസേഷണൽ റാഷണാലിറ്റി. ഓർക്കുന്നുണ്ടോ ക്രിട്ടിക്കൽ തിയറി? ആരാ പറഞ്ഞേ? ഹെബർമോസ്, ജർഗൻ ഹെബർമോസ്. ഹെബർമോസ് എന്താ? ജർഗൻ ഹെബർമോസും ക്ലോസോഫും എന്താ പറയുന്നത്? ബ്യൂറോക്രസി യൂസസ് ഓർഗനൈസേഷണൽ റാഷണാലിറ്റി while modern organization need systemic rationality. സിസ്റ്റമിക് റാഷണാലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കീവേഡ് ആണ്. ഓർഗനൈസേഷണൽ റാഷണാലിറ്റിയും സിസ്റ്റമിക് റാഷണാലിറ്റി, ഓർഗനൈസേഷണൽ റാഷണാലിറ്റിയും സിസ്റ്റമിക് റാഷണാലിറ്റിയും. ഇവിടെ പറയുന്നത് എന്തൊക്കെയാ ക്രിട്ടിക്കൽ തിയറി? സിസ്റ്റമിക് റാഷണാലിറ്റി പറയുന്നുണ്ട്, തീമാറ്റൈസേഷൻ ഓഫ് ഗോൾസ് പറയുന്നുണ്ട്, ഹ്യൂമനൈസേഷൻ ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ഡെമോക്രാറ്റൈസേഷൻ പറയുന്നുണ്ട്, ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ കണ്ടന്റ് ഉപയോഗിച്ചാലും, എന്ത് കണ്ടന്റ് ഉപയോഗിച്ചാലും നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഈ പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റണം. അതായത് കീവേഡ്സ് ആണ്. ഇതില്ലാതെ നിങ്ങളുടെ ആൻസർ എഴുതാൻ പാടില്ല. പേപ്പർ 2ലും പേപ്പർ 1ലും ഒക്കെ എഴുതുവാണെന്നുണ്ടെങ്കിലും ഈ തീമാറ്റൈസേഷൻ ഓഫ് ഗോൾസ് ഒക്കെ എന്ത് വേണം? ചുമ്മാ ഇങ്ങനെ ഈ പുട്ടിന് അവിടെ ഇവിടെയൊക്കെ നമ്മൾ എന്തിടും? തേങ്ങ ഇടുന്ന പോലെ എന്ത് ചെയ്യുക? ഇത് വാരി വിതറുക. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഏത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ബുക്ക് വേണം, ഒരു 10, 20, 30 പേജുള്ള ഒരു കുഞ്ഞു ബുക്ക് വേണം. എന്ത് ചെയ്യുക? നല്ലൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ എഴുതി വെക്കുക, സിസ്റ്റമിക് റാഷണാലിറ്റി. കേൾക്കാൻ ഒരു രസമില്ലേ? നിങ്ങളുടെ ആൻസറിന് നല്ല രസം ഉണ്ടാവും. ബ്യൂറോക്രസി യൂസസ് ഓർഗനൈസേഷണൽ റാഷണാലിറ്റി വൈൽ ദ മോഡേൺ സിസ്റ്റംസ് നീഡ് സിസ്റ്റമിക് റാഷണാലിറ്റി. ഇതിന്റെ അർത്ഥം പോലും നിങ്ങൾ അറിയണ്ട, ഇത് കാണാതെ പഠിക്കുക, ഉപയോഗിക്കുക. നിങ്ങളുടെ ആൻസേഴ്സ് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇത് ചെയ്യണം, ഈ വർക്ക് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2017 എനിക്ക് 305 സ്കോർ ചെയ്തത് എന്റെ കണ്ടന്റിന്റെ കൂടുതൽ കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. എനിക്ക് അറിയാം സാധനം എന്താണെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സാധനം എനിക്കും അറിയത്തുള്ളൂ. നിങ്ങൾ ബ്യൂറോക്രസി കൊള്ളത്തില്ല എന്ന് പറയും, ഞാൻ ബ്യൂറോക്രസി ഓർഗനൈസേഷണൽ റാഷണാലിറ്റി ആണ്, നമുക്ക് വേണ്ട സിസ്റ്റമിക് റാഷണാലിറ്റി, അതുകൊണ്ട് കൊള്ളത്തില്ലെന്ന് പറയും. ഈ ഡിഫറൻസ് ആണ് എന്ത് വരിക? ആൻസറിൽ ഉണ്ടാവുക. എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ലാംഗ്വേജിൽ അറിയാമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ വേർഡ്സിന്റെ ഒരു ലിസ്റ്റ്, ഒരു 10-300 വേർഡ്സ് ഉണ്ടാവും, എല്ലാം കൂടെ എഴുതുവാണെന്നുണ്ടെങ്കിൽ. എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, കളഞ്ഞു, എല്ലാം തരായിരുന്നു, കാണുന്നില്ല ആ ബുക്ക് അവിടെ പോയത്. അതെടുക്കുക, കാണാതെ പഠിക്കുക. എന്ത് ചെയ്യുക? എവിടൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അവിടെ എല്ലാം എന്ത് ഉപയോഗിക്കുക? ഈ വേർഡ്സ് ഉപയോഗിച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ? PhD എടുക്കാൻ ഇരിക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ എടുക്കുന്ന ക്ലാസ്സും എന്തല്ല, നിങ്ങൾക്ക് PhD കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ഒബ്ജക്റ്റീവ് എന്താ ഉള്ളൂ? അല്ല നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? 300 മാർക്ക് പബാഡിൽ സ്കോർ ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. വളരെ മെക്കാനിക്കലായിട്ട് പബാഡിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഇവിടെ പബാഡ് പഠിച്ച് എനിക്ക് പബാഡ് എഴുതാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും ഈ കഴിവുണ്ട്. ശാസ്ത്രീയമായി എന്ത് ചെയ്യുക? തള്ളുക. ഇനി അടുത്ത ഇതേ പീരീഡിൽ വരുന്നതാണ് ബ്ലാക്സ്ബർഗ് മാനിഫെസ്റ്റോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് ബ്ലാക്സ്ബർഗ് മാനിഫെസ്റ്റോ. അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? സ്മോൾ സ്റ്റേറ്റ് അല്ല, ലാർജ് സ്റ്റേറ്റ് വിത്ത് റിഫോംസ് ആണ് വേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ലാർജ് സ്റ്റേറ്റ് വിത്ത് റിഫോംസ് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് കുറച്ച് ഞാൻ തീംസ് പറയാം. ഇനി കഴിഞ്ഞു വരുന്ന NPM പോലത്തുള്ള തിങ്കേഴ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേർഡ് ഉപയോഗിക്കേണ്ടത് ഗ്ലോബലൈസേഷൻ, റീഡെഫിനിഷൻ, ഡെവല്യൂഷൻ, ഡെമോക്രാറ്റൈസേഷൻ, ബ്ലറിങ്, ഫ്ലാറ്റനിങ്, വിതറിങ്, ഇതൊക്കെ വേണം കേട്ടോ.
NPM ഒക്കെ പറയുമ്പോൾ ബ്ലറിംഗ്, ഫ്ലാറ്റനിങ്, വിതറിംഗ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസർ. ഓർക്കുന്നില്ലേ നിങ്ങൾ അതൊക്കെ നമ്മൾ പഠിച്ചത്? അതറിഞ്ഞത്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇനി എന്താവണം എന്ന് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള മോഡേൺ 21st സെഞ്ചുറി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താവണം എന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതണം? ന്യൂ പൊളിറ്റിക്സ് അജണ്ട. ആരാ പറഞ്ഞേ? എന്താ ന്യൂ പൊളിറ്റിക്സ് അജണ്ട? മോഹിത് ഭട്ടാചാര്യ. പുതിയ അജണ്ടകളുണ്ട്. ജെൻഡർ, ക്ലൈമറ്റ് ചേഞ്ച്, ഇക്വാലിറ്റി, ഇങ്ങനെയുള്ള സാധനം, പോസ്റ്റ് മോഡേണിസം, ഇതെല്ലാം അതിനകത്ത് വരുന്ന ന്യൂ പൊളിറ്റിക്സ് അജണ്ട. അത് കൊണ്ടുവരണം. പിന്നുള്ളത് NPA-യും NPS-ഉം PCA-യും. ഓർക്കുന്നുണ്ടോ ഇതിനകത്തുള്ള കണ്ടന്റുകൾ? NPA ഓർക്കുന്നില്ലേ? 4 ഗോളുകൾ ഏതൊക്കെയാ? റിലവൻസ്, വാല്യൂ, സോഷ്യൽ ഇക്വിറ്റി, ചേഞ്ച്. ആന്റി ഗോൾസ് നേരത്തെ പറഞ്ഞ ഓർക്കുന്നില്ലേ? കൊളംബിയസ്കിയുടെ ഓർക്കുക. പിന്നെന്തുണ്ട്? കൊളംബിയസ്കിയുടെ ഒരു 5ാമത്തെ സാധനം പ്രോഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പബ്ലിക് ചോയ്സ് അപ്രോച്ചാണ്. ഏതാ? ഇടും. അതിന് മുമ്പ് വിട്ടാൽ കുഴപ്പമുണ്ടോ? വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്പെസിഫിക്കലി ഫ്രെഡറിക്സന്റെ വ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോവാം. അതിന്റെ വേർഡ്സ് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എഴുതാം. കാണാൻ പഠിക്കാൻ വേർഡ്സ് ഇല്ലേ, അത് മാത്രം പഠിക്കാം. പബ്ലിക് ചോയ്സ് അപ്രോച്ച്, ഫെസിലിറ്റേറ്റർ. അവിടെ ആദ്യം വരുന്ന വേർഡ് എന്താ? ഫെസിലിറ്റേറ്റർ. അവിടെ നിങ്ങൾ എന്തറിയണം? വിൻസെന്റ് ഓസ്ട്രോം പറഞ്ഞിട്ടുള്ള എന്തുണ്ട്? ഡയമെൻഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രെസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. അവിടുത്തെ കുറച്ച് കീവേഡ്സ് ഞാൻ പറയാം. പബ്ലിക് ചോയ്സ് അപ്രോച്ച് എഴുതുമ്പോൾ എല്ലാവരും ഈ സാധനം എഴുതണം കേട്ടോ. കോമ്പറ്റീഷൻ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലൂറലിസം, ചോയ്സ് ആൻഡ് എക്സിറ്റ്, ഡീസെൻട്രലൈസേഷൻ. ഈ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പറയുമ്പോൾ ഡൗൺസ് ഒക്കെ പറയുന്ന വേറൊരു ഐഡിയ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഈഗോയിസം കേട്ടിട്ടുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഈഗോയിസം. അതെന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഈഗോയിസം പറയുന്നത്? സെൽഫ് അഗ്രൻഡൈസ് ചെയ്യുക. അതായത് എന്റെ ഒബ്ജക്റ്റീവ് എന്തേ ഉള്ളൂ, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്തേ ഉള്ളൂ? എനിക്ക് മാക്സിമം ഗെയിൻ ചെയ്യണം. ഞാൻ മാക്സിമം ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഈഗോയിസം. ഇതൊക്കെ വെറുതെ ഉപയോഗിക്കാം. നിങ്ങളുടെ ആൻസേഴ്സിന്റെ ഒരു രസമൊക്കെ വരും. പിന്നെന്തുണ്ട്? ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ. അതൊക്കെ ഓർക്കുന്നുണ്ടോ? കുറച്ച് ലോസ് ഉണ്ട് അവിടെ. ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ, ലോ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് കൺട്രോൾ, ഡിമിനിഷിംഗ് കോർഡിനേഷൻ. ആരാ പറഞ്ഞേ? ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ എന്തായിരുന്നു? ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ തന്നെയാണ് ബ്യൂറോക്രസിനെ കൺട്രോൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് വിജിലൻസ് കേസ് അന്വേഷണം വരുന്നതിന് മുന്നേ വിജിലൻസ് DYSP ആരെ വിളിച്ചു പറയും? ഇവിടെ വിളിച്ചു പറയും, ഞാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. അത് ഉപയോഗിക്കുക. ഇതെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് ED. ഒരു വളരെ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ED പേപ്പർ 2-ല്. അവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ED-ലെ ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ബ്യൂറോക്രസിയെയും ഈവൻ ഇപ്പൊ ഡൽഹിയുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇലക്ടഡ് ഗവൺമെന്റിനെ പോലും കൺട്രോൾ ചെയ്യുന്നത്. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ലോ ഓഫ് കൗണ്ടർ കൺട്രോൾ. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ കൂട്ടിയ. അടുത്തത് ഓസ്ട്രോമിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. അത് വേണം. ഇതൊരു സൊല്യൂഷൻ ആണ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് എക്കണോമിക് കോൺട്രാക്ച്വലിസം അല്ലെങ്കിൽ എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ആരാ പറഞ്ഞേ? ബുക്കാനൻ, ജെയിംസ് ബുക്കാനൻ. ജെയിംസ് ബുക്കാനൻ പറയുന്ന ഐഡിയ ആണ് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അതായത് പ്രൂഡൻസ്, പാർസിമോണി ആൻഡ് പ്രൂഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. NPM-ന്റെ കീവേഡ്സ് എല്ലാം അറിയാലോ. പെർഫോമൻസ് ഇവാലുവേഷൻ, ഓട്ടോണമി, ഡീസെൻട്രലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലൂറലിസം, കോമ്പറ്റീഷൻ. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയുണ്ട്? പ്രയർ ഓപ്ഷൻ റിവ്യൂവും നെക്സ്റ്റ് സ്റ്റെപ്പും. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ആരൊക്കെയായിരുന്നു? ടോണി ബ്ലെയറും മാർഗരറ്റ് താച്ചറൊക്കെ എടുത്ത പ്രയർ ഓപ്ഷൻ റിവ്യൂവും നെക്സ്റ്റ് സ്റ്റെപ്പ്. അതൊക്കെ എക്സാമ്പിളാണ്. അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റീഗന്റെ പെർഫോമൻസ് NPR, നാഷണൽ പെർഫോമൻസ് റിവ്യൂ. NPR ഉണ്ട്, നാഷണൽ പെർഫോമൻസ് റിവ്യൂ. അതൊക്കെ എക്സാമ്പിൾ ആണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ പേപ്പർ 1-ല്. ഇനി ആ ഗുഡ് ഗവർണൻസിൽ ആ ഡയഗ്രാം ഒക്കെ പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. NPS വരുവാണെങ്കിൽ തിങ്ക് സ്ട്രാറ്റജിക്കലി, ആക്ട് ഡെമോക്രാറ്റിക്കലി, പിന്നെന്താ പറഞ്ഞേ, നോട്ട് റോയിങ് അല്ല നോട്ട് സ്റ്റിയറിംഗ് ബട്ട് സെർവിങ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്. ഞാൻ നോട്ട് തന്നിട്ടില്ല, നോട്ട് തന്നെ വായിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനി ഓരോ തിങ്കേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. തിങ്കേഴ്സിന്റെ കീവേഡ്സ് മാത്രം ഞാൻ പറഞ്ഞു പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട സാധനങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഒത്തിരി ലേറ്റ് ആയോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ തിങ്കേഴ്സും കൂടെ മറ്റേ ചാപ്റ്റർ 3-ൽ നമുക്ക് വലുതായിട്ടൊന്നും ഇല്ല, നമുക്ക് സെപ്പറേറ്റ് ഒരു കീവേഡ് ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചാപ്റ്റർ 2-ലാണ് കീവേഡ്സും, ചാപ്റ്റർ 1-ലും 2-ലും ആണ് കീവേഡ്സ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ചാപ്റ്റർ 2-ൽ എടുക്കുവാണെങ്കിൽ ടൈലർ, ഒന്നാമത് ടൈലർ എടുക്കുക. ടൈലറിൽ എന്ത് വരുന്നുണ്ട്? ടൈലർ എന്തൊക്കെയാ പറയുന്നത്? ടൈലറിന്റെ തീമിനെ നമുക്ക് ഒരു 3-4 കൺസെപ്റ്റ് ആയിട്ട് ഒഴിവാക്കാം. ഒന്ന് പ്രോബ്ലംസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ്. രണ്ടാമത്തെ എന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. മൂന്നാമത്തെ എന്താ? എലമെന്റ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നാലാമത്തെ എന്താ? ഇതിന്റെ സൊല്യൂഷൻ, പിന്നെ ഫോളോവേഴ്സ്. 5 കണ്ടീഷൻ ആണ് വരുന്നത്. ഈ 5 എണ്ണവും നിങ്ങളൊരു മൈൻഡ് മാപ്പ് ചെയ്യുക, 5 ടോപ്പിക്കിന്റെ അടിയിലോട്ട് കൊണ്ടുവരിക. ഒന്നാമത്തേത് പ്രോബ്ലം. പ്രോബ്ലം എന്താ? എന്താ പ്രോബ്ലത്തിന്റെ പേര്? ഷോൾഡറിങ്. ഷോൾഡറിങ് ആണ് പ്രധാന പ്രശ്നം, അത് മനസ്സിലാക്കുക. പ്രോബ്ലം അതാണ്. പിന്നെ ബാക്കി എന്തുണ്ട്? വർക്ക് മെത്തേഡ്സ് നല്ലതല്ല, അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ല, വർക്കിന്റെ ക്വാളിറ്റിയും കുറവാണ്. ഇതിന് സൊല്യൂഷൻ ആയിട്ട് എന്താ പറഞ്ഞത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. എന്താ പറഞ്ഞേ? ഒരു ട്രൂ സയൻസ് ഡെവലപ്പ് ചെയ്യുക, മെറിറ്റ് ബേസ്ഡ് ആൾക്കാരെ സെലക്ട് ചെയ്യുക, ഇവരെ രണ്ടിനെ ഒന്നിപ്പിക്കുക. ട്രൂ സയൻസ് ഓഫ് വർക്കും സയന്റിഫിക്കലി സെലക്ടഡ് വർക്ക്മാനെയും കൂടെ ഒന്നിപ്പിക്കുക. അതുപോലെ തന്നെ കോപ്പറേഷൻ എൻഷുർ ചെയ്യുക. ഇതാണ് പറഞ്ഞേക്കുന്നത്. മെന്റൽ റവല്യൂഷൻ, കോപ്പറേഷൻ എൻഷുർ ചെയ്യുക. ഇതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാ? വർക്ക് സ്റ്റഡി, മോഷൻ സ്റ്റഡി, വേജ് പേയ്മെന്റ് സിസ്റ്റം, പിന്നെന്തുണ്ട്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അറിയാമല്ലോ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് റീകളക്ട് ആവുന്നില്ലേ? ഇതാണ് നിങ്ങളുടെ ആൻസറിൽ വേണ്ട. ഇതാണ് ടൈലറിന്റെ ലാംഗ്വേജ്. ഇതാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി എന്താ വേണ്ടേ? ഫോളോവേഴ്സ്. ഗാൺ ചാർട്ട് ഉണ്ട്, പുറകെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, അതെല്ലാം നമ്മൾ കോട്ട് ചെയ്യുക. ഇനി നിയോ ടൈലറിസം. അറിയാമല്ലോ, നിയോ ടൈലറിസം അല്ലെ ഡിജിറ്റൽ ടൈലറിസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഡാറ്റ ബേസ് ചെയ്തിട്ട് തന്നെ ആര് വർക്ക് ചെയ്യുന്നു? ഡിസിഷൻസ് എടുക്കുന്നു. ഇപ്പൊ ആമസോണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ എന്തുണ്ട്? എപ്പോ എൻട്രി ആവുന്നു, എപ്പോ എക്സിറ്റ് ആവുന്നു, എത്ര വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം ആര് നോക്കുന്നുണ്ട്? ഒരു സിസ്റ്റം നോക്കുന്നുണ്ട്. നേരത്തെ ഒരു മനുഷ്യൻ ഫങ്ഷണൽ ഫോർമാൻ 8 ഫോർമാൻ ചെയ്തതിന് പകരം ഇപ്പൊ 8 CCTV ആയി. അതാണ് അതിന്റെ ഡിഫറൻസ്. ഒരു ബയോമെട്രിക്കും 8 CCTV കൂടി ഇരുന്നിട്ട് ഈ ഫോർമാന്റെ പണി ആരെടുക്കും? സിസ്റ്റം എടുക്കും. നിയോ ടൈലറിസം. ഓക്കെ. എംപ്ലോയി ഓഫ് ദ മന്ത് ഇൻ ഡോമിനോസോ അല്ലെ എംപ്ലോയി ഓഫ് ദ മന്ത് ഇൻ KFCയോ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിളാ? നിയോ ടൈലറിസത്തിന്റെ എക്സാമ്പിളാ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 720 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസലും 360 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസലും നിയോ ടൈലറിസത്തിന്റെ ഗവൺമെന്റിലുള്ള ഇംപ്ലിമെന്റേഷനോ 360 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. കിട്ടിയോ? അടുത്തത് ഫയോൾ. ഫയോളില് നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു സാധനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പഠിക്കാനുണ്ട്, പക്ഷെ ഒരു കീവേഡ് ആയിട്ട് പറയാനുള്ള സാധനം ഒന്നുമില്ല. എല്ലാം ഹെഡിങ്ങും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കുക. PUCCC പഠിക്കുക. ആ ഓർഗനൈസേഷണൽ ഡിവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഓർക്കുന്നില്ലേ, എക്കണോമിക്, ഫിനാൻഷ്യൽ ഇങ്ങനെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തേക്കുന്ന 6 എണ്ണം നോക്കി വെച്ചേക്കുക. 14 പ്രിൻസിപ്പിൾസ് നോക്കുക, PUCCC നോക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഗുല്ലിക് ആൻഡ് ഉർവിക്. ഗുല്ലിക് ആൻഡ് ഉർവിക്കിൽ വരുമ്പോ പോസ്റ്റ് കോർബ് വളരെ ഇമ്പോർട്ടന്റ്. പോസ്റ്റ് കോർബ് അതൊരു തിയറി ആയിട്ട് തന്നെ നോക്കി വെച്ചേക്കുക, പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട്? 4 Ps, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ബൈ 4 Ps. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്പാൻ ഓഫ് കൺട്രോൾ. ഒരു കീവേഡ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പഠിച്ചു വെക്കേണ്ട കണ്ടന്റ് എന്ന നിലയ്ക്ക് നമ്മൾ പറയുവാണെങ്കിൽ അത് സ്പാൻ ഓഫ് കൺട്രോളാണ്. സ്പാൻ ഓഫ് കൺട്രോളിൽ എന്താ പറയുന്നത്? എന്താ ഗുല്ലിക് ആൻഡ് ഉർവിക്ക് പറയുന്നത്? മാക്സിമം 5 or 6 ലെവലേ എന്ത് പറ്റത്തുള്ളൂ? സ്പാൻ ഓഫ് കൺട്രോൾ പറ്റുള്ള ഒരു ഇൻഡിവിജ്വലിന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത് പോസിബിൾ ആണോ? അതൊരു വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ് അല്ലേ? അതിന് ആര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്? ഗ്രായ്കുന. ഗ്രായ്കുന എന്ത് പറഞ്ഞിട്ടുണ്ട്? വൈൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻക്രീസസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അവരുടെ റിലേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? ജോമെട്രിക് പ്രോഗ്രഷനിൽ ഇൻക്രീസ് ചെയ്യും. ദിസ് മേ റിസൾട്ട് ഇൻ ക്രൈസിസ്. അതുകൊണ്ട് സ്പാൻ ഓഫ് കൺട്രോൾ എന്തെന്ന് പറയാൻ പറ്റില്ല, 5 or 6 എന്ന് പറയാൻ പറ്റില്ല. അതിന് വരെ എന്ത് പറയാം? ഇൻഡിവിജ്വൽ കോമ്പിറ്റൻസ്, ഇങ്ങനെയുള്ള കുറെ ഒരു 4-5 കണ്ടീഷൻ പറയുന്നുണ്ട്. കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇത് UPSC സ്പാൻ ഓഫ് കൺട്രോൾ UPSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇത്രയാണ് നിങ്ങളുടെ ആൻസറിലോട്ട് വേണ്ടത്. സ്പാൻ ഓഫ് കൺട്രോൾ
10 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ. അടുത്തത് ഇനി ഏതാ? വെബറാ വരുന്നത്. വെബറിന് പിന്നെ മൊത്തം കീവേഡ്സാണ്. കീവേഡ്സിന്റെ ബ്യൂറോക്രസി അല്ല, പേപ്പർ 2ന്റെ കീവേഡ് എല്ലാം കിടക്കുന്ന വെബറിലാണ്. എന്ത് തുടങ്ങുന്നുണ്ട്? ഹയറാർക്കി, ഹയറാർക്കി വെച്ചിട്ട് എന്തായിരുന്നു? സ്പിയർ ഓഫ് കോമ്പിറ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കാണാൻ പഠിക്കുക. അതെന്താണെന്നും പഠിക്കുക, എങ്ങനെയാണെന്നും പഠിക്കുക, ഇതെവിടെ ഉപയോഗിക്കാം എന്നുള്ളതും പഠിക്കുക. റിട്ടേൺ റെക്കോർഡ്സ് ഉണ്ട്, ഡിറ്റാച്ച് സ്പിരിറ്റ് ഉണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക. ഈ ഡിറ്റാച്ച് സ്പിരിറ്റ് എന്തിലോട്ട് മൂവ് ചെയ്യുന്നത്? ഏലിയനേഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇനി അതിന്റെ പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, സയന്റിസം, റാഷണാലിറ്റി, ഇമ്പാർഷ്യാലിറ്റി, ന്യൂട്രാലിറ്റി ആൻഡ് അനോണിമിറ്റി, അതുണ്ട്. ഇനി എന്തുണ്ട്? അതിന്റെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്. ഏലിയനേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഏലിയനേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഇത് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് പഠിച്ച് പോവാം. നല്ല മീൻസ് ഒരു പോസിബിൾ ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് ഈ വെബറിന്റെ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല, പക്ഷെ അത് പഠിക്കുന്ന വർത്ത. പേപ്പർ 2-ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് എഴുതി നല്ല സ്കോർ കൂട്ടാൻ പറ്റും. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ പഠിച്ചു വെച്ചു. ഇനി ക്രിറ്റിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർട്ടൺ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗോൾ. തോംസൺ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്യൂറോ പത്തോളജി. സെൽസ്നിക് എന്ത് പറഞ്ഞിട്ടുണ്ട്? സബ് യൂണിറ്റൈസേഷൻ ഓഫ് ഗോൾസ്. പീറ്റർ എന്ത് പറഞ്ഞിട്ടുണ്ട്? പീറ്റേഴ്സ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? പീറ്റർ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എവറി പേഴ്സൺ മേ റൈസ് ടു എ ലെവൽ വേർ ഹി ഈസ് ഇൻകോമ്പിറ്റന്റ്. പാർക്കിൻസൺസ് ലോ ഓഫ് റൈസിംഗ് പിരമിഡ് ഓർക്കുന്നുണ്ടോ? ഇത് നമുക്ക് എവിടെ ഉപയോഗിക്കാം? സെൽഫ് അഗ്രൻഡൈസിങ് നേച്ചർ ഓഫ് ബ്യൂറോക്രസിയിൽ ഉപയോഗിക്കാം. അതായത് സമയം കൂടുന്നതിനനുസരിച്ച് ബ്യൂറോക്രസി എംപയർ ബിൽഡിംഗിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. നമ്മുടെ വെൽഫെയർ എന്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ഉപയോഗിക്കാം? ഈ പാർക്കിൻസൺസ് ലോ ഓഫ് റൈസിംഗ് പിരമിഡ്. ബെന്തംസ് ഡോക്സ് ലോ ഓർക്കുന്നില്ല? എന്താ പറഞ്ഞേ? റിയാക്റ്റീവ് ആണ്, എന്തല്ല, പ്രൊആക്റ്റീവ് അല്ല. റെഡ് ടേപ്പിസം ഓർക്കുന്നില്ലേ? ആരാ പറഞ്ഞേ? പീറ്റർ ഡ്രക്കർ. റെഡ് ടേപ്പിസം. അതുപോലെ തന്നെ ഗൂൾണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂൾണർ പണിഷ്മെന്റ് സെന്റേർഡ് ബ്യൂറോക്രസി, പിന്നെന്തുള്ള റെപ്രസെന്റേറ്റീവ് ബ്യൂറോക്രസി. അത് പറഞ്ഞാൽ മതി. ഇതിനകത്ത് പിന്നെ ഈ പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റിൽ ഓർത്തിരിക്കേണ്ട ഒരു സാധനം ഫെനോമെനോളജിക്കൽ അപ്രോച്ചാണ്. എന്താ ഫെനോമെനോളജിക്കൽ അപ്രോച്ച് പറയുന്നത്? ഇതൊരു ഫിനോമിനയാണ്, ഇതൊരു ഇവന്റ് ആണ്. എന്തല്ലത്? കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനമല്ല, സിസ്റ്റം ഇൻ ഡെവലപ്മെന്റ് ആണ്. ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് വെബർ പറയുന്നത് തെറ്റാണെന്നാണ് പോസ്റ്റ് വെബേറിയൻ ഡെവലപ്മെന്റ് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്മിനിസ്ട്രേഷനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇത് സിസ്റ്റം ഇൻ ഡെവലപ്മെന്റ് ആണ്, അല്ലെ പ്രോസസ് ഇൻ ഡെവലപ്മെന്റ് ആണ്. എപ്പോഴും എന്തുണ്ടാവും? ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫെനോമെനോളജിക്കൽ അപ്രോച്ച്. ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവില്ല, പക്ഷെ ഫെനോമെനോളജിക്കൽ അപ്രോച്ച് ആണ് ചോദിച്ചത്. ബ്യൂറോക്രസിയുടെ ക്രിറ്റിസിസം ആണ്. അതായത് ഡിറ്റർമിനിസ്റ്റിക് ക്യാരക്ടേഴ്സ് പറ്റില്ല എന്ന് പറയുന്ന സിസ്റ്റം. അടുത്തത് എൽട്ടൺ മായോ ഉണ്ട്. എൽട്ടൺ മായോയിൽ അങ്ങനെ കീവേഡ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഫറ്റീഗ് മാത്രം പറയാം, അല്ലെങ്കിൽ അനോമി പറയാം. അനോമി എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് എലീറ്റ്, അനോമി. ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നാണോ? എവിടെ പറഞ്ഞേ? അഡാപ്റ്റീവ് സൊസൈറ്റി. അഡാപ്റ്റീവ് സൊസൈറ്റി ഓർക്കുന്നുണ്ടോ? കീവേഡ്സ് ആട്ടോ, എഴുതി വെച്ചാല് നോക്കിയിരിക്കുക. അഡാപ്റ്റീവ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് എലീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബ്യൂറോക്രസിയുടെ ഒരു ഫീച്ചറായിട്ട് തന്നെ ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെ പറയാൻ പറ്റും എന്തൊക്കെയാണ്. പക്ഷെ ആ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ അച്ചീവ് ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും ഒരു റിജിഡ് സിസ്റ്റത്തിലാണ്. ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് എലീറ്റ് എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് സൊസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ എന്താ പറയുന്നത്? ലിമിറ്റഡ് റോൾ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ സ്റ്റേറ്റ് ഷുഡ് ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അഡാപ്റ്റീവ് സൊസൈറ്റിയിൽ പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി വെബറിന്റെ ഐഡിയയിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു ഐഡിയ തിയറി ഇസഡ് ആണ്. തിയറി ഇസഡും റിംഗി സിസ്റ്റവും. തിയറി ഇസഡ് ഉണ്ട്, തിയറി ഓ ഉണ്ട്, തിയറി ഡബ്ല്യു ഉണ്ട്. അതിനകത്ത് തിയറി ഇസഡ് ബൈ വില്യം ഔച്ചി. വില്യം ഔച്ചി എന്താ പറയുന്നത്? തിയറി ഇസഡ് ഫോളോ ചെയ്യണം, ജാപ്പനീസ് സിസ്റ്റം ഫോളോ ചെയ്യണം. അതിനകത്ത് റിംഗി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നത് അതെന്താണ്? കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു റിംഗ് ആയിട്ട് വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടെ തീരുമാനം എടുക്കണം. ഇതെവിടെ വരും? എവിടെ എക്സാമ്പിൾ? എന്ത് എക്സാമ്പിൾ എഴുതാം? ഫോലെ പറയുന്ന ഇന്റഗ്രേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോആക്റ്റീവ് കൺട്രോൾ ഒക്കെ പറയുന്നിടത്ത് ഉപയോഗിക്കാം. നമ്മൾ എവിടെ ഉപയോഗിക്കും? ഗ്രാമസഭ ഒരു ഗ്രാമസഭയിൽ റിംഗി സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഗ്രാമസഭ ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് ബ്യൂറോക്രസിയുടെ ആസ്പെക്റ്റിൽ അവിടെ പറയാം GST കൗൺസിൽ.
വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ റിംഗ് സിസ്റ്റം കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. സെന്ററും സ്റ്റേറ്റും കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ടാണ് എന്ത് എടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. അടുത്തത് MB ഫോലെ. MB ഫോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ MB ഫോലെ. കോൺഫ്ലിക്റ്റ് ഏതായാലും നിങ്ങൾക്ക് അറിയാലോ. ഡോമിനേഷൻ, കോംപ്രമൈസ്, ഇന്റഗ്രേഷൻ, കോആക്റ്റീവ് കൺട്രോൾ, കോഹസീവ് കൺട്രോൾ, പവർ ഓവർ, പവർ വിത്ത്, ഫാക്ട് കൺട്രോൾ, മാൻ കൺട്രോൾ, ഡോക്ട്രൈൻ ഓഫ് ഇന്റർപെനട്രേഷൻ, ഡോക്ട്രൈൻ ഓഫ് ഹോൾ, ഓർഡർ ഷുഡ് ഫ്ലോ ഫ്രം, എന്താണ് എവിടുന്ന ഓർഡർ ഫ്ലോ ചെയ്യണ്ടേ, സിറ്റുവേഷനിൽ നിന്ന് ഫ്ലോ ചെയ്യണം. അതിനകത്ത് കുറച്ച് എങ്ങനെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഉണ്ടായിരിക്കും. പിന്നെന്തുണ്ട്? ലീഡർഷിപ്പ്. എന്ത് ലീഡർഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത്? ഫങ്ഷണൽ ലീഡർഷിപ്പ്. സിറ്റുവേഷനെയും പൊസിഷനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഫങ്ഷണൽ ലീഡർഷിപ്പ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഫോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ. ലീഡർഷിപ്പ് ഒക്കെ ചോദിക്കുമ്പോൾ ഫോലെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തത് ചെസ്റ്റർ ബെർണാഡ്. ചെസ്റ്റർ ബെർണാഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഐഡിയ ആണ്, ഓർക്കുന്നില്ല? ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ? ഇൻഗ്രീഡിയൻസ് കോമൺ പർപ്പസ്, വില്ലിംഗ്നെസ് ടു കോൺട്രിബ്യൂട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെന്തുണ്ട്? വില്ലിംഗ്നെസ് ടു കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നെ കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം വരുന്നുണ്ട്. ഇൻഡ്യൂസ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെ ഇൻഡ്യൂസ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്? ജനറൽ ഇൻഡ്യൂസ്മെന്റും സ്പെസിഫിക് ഇൻഡ്യൂസ്മെന്റും, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സോൺ ഓഫ് ഇൻഡിഫറൻസ്. പിന്നെന്തുണ്ട്? റൂമേഴ്സിനെ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവിൽ എന്ത് പറയുന്നുണ്ട്? മാനേജർ ഷുഡ് ബി കേപ്പബിൾ ഓഫ് യൂസിങ് റൂമേഴ്സ് ടു എൻഷുവർ എന്ത് ചെയ്യുക, ബെറ്റർ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർക്കുന്നില്ലേ? ഓർത്തിരുന്നാൽ മതി അതൊക്കെ. സൈമൺ 0 പോയിന്റ് നേരത്തെ പറഞ്ഞ അവിടെ ഈ സൈമണിന്റെ ഐഡിയ പറയുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുവാണെങ്കിൽ സൈമൺ പറയുന്ന നോൺ പ്രോഗ്രാം ഡിസിഷനെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻസിനെ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ റാഷണാലിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? നിയോ സ്ട്രാറ്റജീസ്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് മോഡൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ വെതർ ഫോർകാസ്റ്റിംഗ്. എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടത്തെ പോലാണോ വെതർ ഫോർകാസ്റ്റിംഗ് വരുന്നത്? ഇപ്പോ എന്തുണ്ട്? മഴ പെയ്യുന്നതിന് തൊട്ട് പിന്നെ മെസ്സേജ് വരും ഇല്ലേ, 3 മണിക്കൂറിനുള്ളിൽ ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം. മഴ പെയ്യാറില്ലേ? പണ്ട് പ്രധാനമായിട്ട് ഇവരെ കളിയാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മഴ പെയ്യുമായിരുന്നോ? മഴ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ മഴ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇന്ന് പേടിക്കണ്ട, മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുക. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? യൂസേജ് ഓഫ് നിയോ സ്ട്രാറ്റജീസ്. ഇവിടെ മാത്രമല്ല, ആധാർ, പാൻ, ഇൻകം ടാക്സ്, ഫയലിംഗ് എല്ലായിടത്തും എന്താ ഉപയോഗിക്കുന്നത്? ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. സൈമൺ ആണ് ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. യൂസേജ് ഓഫ് മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതേ സാധനം എവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാം? പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാം ഡിസിഷൻസ് ഒരിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഡിസ്കസും ചെയ്തായിരുന്നു പേപ്പർ 2-ല്. മോഡൽ സിന്തസിസ് ഒക്കെ ഉണ്ട്, അതല്ല പേപ്പർ 2-ല്. ഡിസ്ട്രിക്ട് കളക്ടർ എന്ത് പറഞ്ഞായിരുന്നു? പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ? ചേഞ്ചിങ് പ്രൊഫൈൽ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ചേഞ്ചിങ് പ്രൊഫൈൽ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. ഡിസ്ട്രിക്ട് കളക്ടറിന് പണ്ട് കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡെവലപ്മെന്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയി. പക്ഷെ പിന്നെയും പഴയ ഫങ്ഷൻസ് ഒക്കെ വന്നിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് കറന്റ്ലി ടേക്കിംഗ് ഓൺലി പ്രോഗ്രാം ഡിസിഷൻസ് റിസൾട്ടിങ് ഇൻ ആബ്സെൻസ് ഓഫ് നോൺ പ്രോഗ്രാം ഡിസിഷൻസ് ഇൻ ഡിസ്ട്രിക്ട് റീജിയൻസ്. കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേഞ്ചിങ് പ്രൊഫൈലിൽ പഠിക്കുന്നുണ്ട്. ഇത് അവിടെയും ഉപയോഗിക്കണം. ഈ സൈമണിന്റെ ഐഡിയാസ്, ഈ ഡിസിഷൻ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉപയോഗിക്കാം. അടുത്തത് ലൈക്കട്ട്. ലൈക്കട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. ഈ സിസ്റ്റം 4-ഉം ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെന്റ് സൈക്കിളും. ഈ ഓർഗനൈസേഷൻ ഇംപ്രൂവ്മെന്റ് സൈക്കിൾ സ്പെസിഫിക്കലി നോക്കി വെച്ചേക്കാം. ഇതെവിടെ ഉപയോഗിക്കാം? ഒരു വളരെ മോശം ഒരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കുക, ഇനഫിഷ്യന്റ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക.
അവിടെ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കോട്ട് ചെയ്യാം? ലൈക്കട്ടിന്റെ OIC കോട്ട് ചെയ്യാം, ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെന്റ് സൈക്കിള് കോട്ട് ചെയ്യാം. അതിനകത്ത് ഈ കോസൽ വേരിയബിളും ഇന്റർവീനിങ് വേരിയബിളും എൻഡ് റിസൾട്ട് വേരിയബിളും അത് നോക്കി വെച്ചേക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ് എൻഡ് റിസൾട്ട് വേരിയബിൾ ആണ്. ഇന്റർവീനിങ് വേരിയബിളിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ലൈക്കട്ടിൽ പറഞ്ഞ പ്രത്യേകിച്ച് ആ ലിങ്കിങ് മിൻ മോഡലൊക്കെ വരുന്നുള്ളൂ. ഇന്ററാക്റ്റീവ് ഇൻഫ്ലുവൻസ് സിസ്റ്റം, ട്രാൻസാക്ഷൻ ഇൻഫ്ലുവൻസ് ഇവിടെ വരുന്ന പോലെ തന്നെ, മഗ്രിഗറിൽ വരുന്ന പോലെ തന്നെ ഇന്ററാക്റ്റീവ് ഇൻഫ്ലുവൻസ് സിസ്റ്റം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കി വെച്ചേക്കാം. മഗ്രിഗറിൽ എന്താ വരുന്നത്? അവിടെ ആ കോസ്മോളജി പഠിക്കുക. ഇവിടെ ഒരു കീവേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷണൽ ഇൻഫ്ലുവൻസ് മാത്രമാണ് ഒരു കീവേഡ്. പിന്നെന്തുണ്ട്? റാഷണൽ ഇമോട്ടീവ് മാനേജേഴ്സ്, വിൻ 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 ലൂസ് സ്ട്രാറ്റജി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി വെച്ചേക്കാം. ലൈക്കട്ടിന്റെ മഗ്രിഗറിന്റെ ഇവിടെ ഒരു കീവേഡ് അല്ല, നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവാതിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ലത്. പക്ഷെ ആർഗ്രീസിൽ വരുമ്പോ എന്ത് വേണം? കീവേഡ്സ് ഉണ്ട്. മെച്യൂരിറ്റി ഇമ്മെച്യൂരിറ്റി പാരഡൈം, പിന്നെന്തുണ്ട്? ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ് എങ്ങനെ കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ചാപ്റ്റർ 9 പേഴ്സണൽ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്നത്. ഓർഗനൈസേഷണൽ ന്യൂ സിസ്റ്റം ഓർക്കുന്നുണ്ടോ? പിന്നെ ഫ്യൂഷൻ പ്രോസസ്, പിന്നെന്തുണ്ട്? ലേണിംഗ് ഉണ്ട്. സിംഗിൾ ലൂപ്പ്, ഡബിൾ ലൂപ്പ് ആൻഡ് ട്രിപ്പിൾ ലൂപ്പ് ലേണിംഗ് ഓർക്കുന്നില്ലേ? അതെന്ത് ചെയ്യും? അത് എവിടെ ഉപയോഗിക്കും നിങ്ങൾ? അതിനെക്കുറിച്ച് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വന്നില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷോട്ടെന്ന് വിചാരിക്കോ? എന്ത് ചെയ്യും നിങ്ങൾ? ഇതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നില്ല, സിംഗിൾ ലൂപ്പ്, ഡബിൾ ലൂപ്പ്, ട്രിപ്പിൾ ലൂപ്പ് ഒന്നും വന്നില്ല, എന്ത് ചെയ്യും? രക്ഷോട്ടെന്ന് വിചാരിക്കോ? ഓ ഭാഗ്യം, അത് പഠിച്ചില്ല, എല്ലാവരും ആ സമയം കൂടെ പോയാല്. ആണോ? ഈ ഡബിൾ ലൂപ്പും സിംഗിൾ ലൂപ്പും ട്രിപ്പിൾ ലൂപ്പും പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി യു ക്യാൻ യൂസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ്. നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ ആർഗ്രീസ് പറയുന്ന ഒരു സാധനം ഉണ്ട്, എന്താ? സെൻസിറ്റിവിറ്റി ട്രെയിനിങ് അല്ലെങ്കിൽ T ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയും. ആദ്യം നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കണം, എന്നിട്ട് അതിനകത്ത് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ആർഗ്രീസ് പറയുന്നത്. ഇന്ത്യയിൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഉണ്ടോ? ഇന്ത്യയുടെ ട്രെയിനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇപ്പോഴും ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ്സാ. പ്രശ്നമല്ലേ? നമ്മൾ പറയാറുണ്ട് ആൻഡ്രഗോഗിക് ട്രെയിനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പെഡഗോഗിക് ട്രെയിനിങ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പേപ്പർ 2 വരുമ്പോൾ അവിടെ കീവേഡ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. അവിടെ പക്ഷെ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഈ സിംഗിൾ ലൂപ്പും ഡബിൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? വേരിയബിൾസ്. അതായത് ഡബിൾ ലൂപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിസ്റ്റമിക് ട്രെയിനിങ് ആണ്, ഡബിൾ ലൂപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. ഇപ്പോ ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ഞാൻ ഒരാളെ തല്ലുന്നു, എനിക്ക് ട്രെയിനിങ് തരുന്നത് തല്ലരുത് എന്നാ അല്ലെ? സിംഗിൾ ലൂപ്പിൽ തല്ലരുത് എന്നാ ട്രെയിനിങ് തരുന്നത്. ഡബിൾ ലൂപ്പിൽ എന്ത് പറയും? ഈ തല്ലാൻ എനിക്കൊരു ബാക്ക് വേരിയബിൾ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടറിനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്, ഡബിൾ ലൂപ്പ് ട്രെയിനിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവിടെ വരുന്നത്, ഡബിൾ ലൂപ്പ് ട്രെയിനിങ്ങിൽ വരുന്നത്. എവിടെ ഉപയോഗിക്കാം? എഗെയിൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലെ ട്രെയിനിങ് മെത്തേഡ്സിൽ ഉപയോഗിക്കാം. ചാപ്റ്റർ 2 അത്രേ നമുക്ക് വരുന്നുള്ളൂ. ചാപ്റ്റർ 3 പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു കീവേഡ്സ് അല്ല അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കീവേഡ്സ് വേണം. ഇപ്പൊ മാത്സിലോ എടുക്കുവാണെങ്കിൽ എന്താ കീവേഡ്? പ്രീപൊട്ടന്റ് നീഡ്. ഡയഗ്രാം പ്രീപൊട്ടന്റ് നീഡ് വളരെ ഇമ്പോർട്ടന്റ്, അതിന് പേര് മാറ്റാൻ പറ്റില്ല. ഹെർസ്ബർഗ് എടുക്കുവാണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? സാറ്റിസ്ഫൈസ് ആൻഡ് ഡിസാറ്റിസ്ഫൈസ്, ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ജോബ് എൻലാർജ്മെന്റ് അല്ലെ ജോബ് എൻറിച്ച്മെന്റ്, ഇതെല്ലാം ആര് പറയുന്നുണ്ട്? ഹെർസ്ബർഗ്. ഇതിന്റെ തിയറട്ടിക്കൽ കീവേഡ്സ് അതുപോലെ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തിയറി അല്ലെ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കീവേഡ് എങ്ങനെയാണോ അത് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ റെലവെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. ഇനി കമ്മ്യൂണിക്കേഷൻ എടുക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേപ്പ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രേപ്പ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ ഫാക്ടേഴ്സും ഫീച്ചേഴ്സും എല്ലാം അറിഞ്ഞിരിക്കണം. ലീഡർഷിപ്പിലും എഗെയിൻ തിങ്കർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ, സപ്പോർട്ടീവ് ലീഡർഷിപ്പ് ആവാം, ഡയറക്റ്റിംഗ് ലീഡർഷിപ്പ് ആവാം, സെൽസ് ടെൽസ്, ഇതൊക്കെ നമ്മൾ കോച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് അങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ പഠിച്ച് വെക്കുക. ഇനി ഡിസിഷൻ മേക്കിങ്ങിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ കീവേഡ്സ് നമുക്ക് ചാപ്റ്റർ 10 കൂടെ പഠിച്ചു കഴിഞ്ഞാലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചാപ്റ്റർ 4 നോക്കിയേ,
ചാപ്റ്റർ 4 വരുമ്പോൾ എന്ത് ഇമ്പോർട്ടന്റ് ആവും? സിസ്റ്റം തിയറിയിൽ വരുമ്പോൾ സിസ്റ്റം തിയറി, അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടർ ഫീൽഡ് റിലേഷൻഷിപ്പ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മോഡൽ, ഇത് മൂന്നും വരുമ്പോൾ കീവേഡ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മോഡൽ കാണാൻ പഠിക്കുക. ഒന്ന് റിജിഡ് ആണ്, ഒരെണ്ണം ഫ്ലെക്സിബിൾ ആണ്, ഒരെണ്ണം എൻവയോൺമെന്റ് കൺസേൺഡ് ആണ്, ഒരെണ്ണം എൻവയോൺമെന്റ് കൺസേൺഡ് അല്ല. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഈ സിസ്റ്റം തിയറിയിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. എന്ത് തന്നെ പഠിക്കുക, അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന അതേ വേർഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. കയോസ്, ഡിസിന്റഗ്രേഷൻ, എൻട്രോപ്പി, ഡൈനാമിക് ഇക്വിലിബ്രിയം, ഐസോസ്റ്റസി, ഐസോമോർഫിസം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതെന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പിയാണ്. എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന കീവേഡ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. എവിടെ ഉപയോഗിക്കും? എവിടെ ഉപയോഗിക്കാം? ഓർഗനൈസേഷൻ. പേപ്പർ 1 ഓർഗനൈസേഷണൽ ഇഷ്യൂ കാണിക്കുന്നിടത്തല്ല എൻട്രോപ്പിനെ പറയാം. പേപ്പർ 2 കറപ്ഷൻ എൻട്രോപ്പി ആണെന്ന് പറയാൻ പറ്റും. കറപ്ഷൻ കൂടുന്നത് കൊണ്ട് എൻട്രോപ്പി ഉണ്ടാവാം. കൗടില്യൻ അർത്ഥശാസ്ത്രം, അതിനകത്ത് മിത്ര, അരിമിത്ര, മിത്ര ഇങ്ങനെ പറഞ്ഞ കുറെ സാധനമില്ലേ? ഇതൊക്കെ എന്തിനാണ് കൗടില്യം പറയുന്നത്? അതായത് തൊട്ടടുത്തിരിക്കുന്നവരെന്താണ്? റിസ്ക് ആണ്. നമുക്ക് മിത്രങ്ങളും ഉണ്ടാവും, തൊട്ടടുത്ത് എന്തും ഉണ്ടാവാം. ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നോക്കുന്ന ഒരു ശത്രു ഉണ്ടാവാം. ആ എൻട്രോപ്പിനെ കുറയ്ക്കാനാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ എന്ത് ചെയ്യുന്നത് നമ്മള്? അരിമിത്ര. ശത്രുവിന്റെ മിത്രമുണ്ട്, മിത്രത്തിന്റെ മിത്രമുണ്ട്, ശത്രുവിന്റെ ശത്രുവുണ്ട്. ഈ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായിട്ട് കാണണമെന്ന് പറയുന്നത് എന്തുണ്ടാ? എക്സിസ്റ്റിംഗ് എൻട്രോപ്പി കുറയ്ക്കണം. ഡയറക്ട്ലി യൂസ് ചെയ്യാം. ഈ എൻട്രോപ്പി ഭയങ്കര എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് ഉപയോഗിക്കുക? എൻട്രോപ്പി ഉപയോഗിക്കുക. ഇപ്പം മോബ് കൺട്രോൾ, റയറ്റ് എല്ലാം വരുന്നിടത്ത് എന്താ പ്രശ്നം? എന്താ? അവിടെ എൻട്രോപ്പിയാണ് ബ്രീച്ച് ചെയ്യുന്നത്. ഇനിഷ്യൽ ഐഡിയ എന്താ? എൻട്രോപ്പി ബ്രീച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ എൻട്രോപ്പി എന്ന് പറയുന്ന കീവേഡ് എല്ലായിടത്തും വേണം. ഓക്കെ. പിന്നെ അല്ലാതെ അതിനകത്ത് ഓർഗനൈസേഷണൽ തോട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർഗാനിക് അഡാപ്റ്റീവ് മോഡൽ, അഡോക്രസി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എവിടെ ഉപയോഗിക്കാം? കൺക്ലൂഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കീ ഐഡിയാസ് ആണ്. അപ്പോൾ ശരിക്കും ഇത്രയാണ് കീ വേർഡ്സ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ചാപ്റ്റർ 5 തൊട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. അവിടെ ഇതുപോലത്തുള്ള തിയറട്ടിക്കൽ കീവേഡ്സ് അല്ല. ഇപ്പൊ കോൺഫ്ലിക്ട് പറയുകയാണെങ്കിൽ കട്ടിംഗ് എഡ്ജ് ലെവൽ ഇന്ററാക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സാധനം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വോയിസ് ആൻഡ് എക്സിറ്റ്, ചോയ്സ് ആൻഡ് എക്സിറ്റ്, ഇങ്ങനെ പറഞ്ഞ് കുറെ സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു അടുത്ത വ്യാഴാഴ്ച ലക്ഷ്യത്തിരിക്കുന്ന ചാപ്റ്റർ 5 to 9 ആണെന്ന് തോന്നുന്നു. അടുത്ത വ്യാഴാഴ്ച നമുക്ക് സെപ്പറേറ്റ് ഇരിക്കാം. അപ്പൊ നമുക്ക് ആ ട്രെൻഡ് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ഈ ട്രെൻഡും കീവേഡ്സും ഐഡന്റിഫൈ ചെയ്ത് പോവാം. അത് കൂടാതെ നമുക്ക് എന്തുണ്ടാവും? ഓരോ ചാപ്റ്റർ വൈസ് ഇന്റർലിങ്കേജ്. അത് ശരിക്കും ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു റൗണ്ട് വായിച്ചു കഴിഞ്ഞാലേ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിരിക്കും, എൻട്രോപ്പി അവിടെ എടുത്ത് ഉപയോഗിക്കാം. വായിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഇത് ഓർമ്മ വരില്ല. ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൗണ്ട് എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം. നമുക്കൊരു ഓഗസ്റ്റ് 15 ശേഷമുള്ള സമയം നമുക്ക് എന്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ടോപ്പിക്സ് എല്ലാം ഫിനിഷ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാം. നമുക്കൊരു 6-7 ടെസ്റ്റേ ഉള്ളൂ. ഓഗസ്റ്റ് 15 ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കണ്ടന്റ് കണക്ഷൻസിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യാം. ഡയഗ്രാംസിന് നമുക്ക് എന്ത് ചെയ്യാം? സെഷൻ ഇരിക്കാം. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? അല്ലല്ല, ഈ സെഷൻസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ തൽക്കാലം. ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ഉണ്ടാവുക. ടെസ്റ്റും അതുപോലെ തന്നെ ഡെയിലി ഡിസ്കഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. യു ക്യാൻ ഡെഫിനറ്റ്ലി കം, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്കും ഇന്ററാക്റ്റീവ് ക്ലാസ്, കാരണം ഞാൻ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാം, പക്ഷെ എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ വരിക. ഇഫ് യു ആർ കംഫർട്ടബിൾ ഓർ ഇഫ് യു ആർ ഇൻ ട്രിവാൻഡ്രം, കം ടു സിവിൽസ് 360. രണ്ടാമത്തെ കാര്യം, അത് ഏതായാലും ചെയ്തേ പറ്റും. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ. എന്റെ എഫേർട്ട് എന്ന് പറയുന്നത്, ഞാൻ ഇടുന്ന എഫേർട്ട് നിങ്ങൾ ഇടുന്ന എഫേർട്ട് പ്ലസ് ഇതും കൂടാ, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട് സ്റ്റാർ
2 ഇടാനാണ് എൻ്റെ ശ്രമം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ശ്രമം. നിങ്ങളുടെ എഫേർട്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്ന പോലെ തന്നെ ഇവിടെ 0 ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മിനിമം എഫേർട്ട് ഇടുക. മിനിമം എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിനിമം എനിക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും അങ്ങനല്ല, നിങ്ങളുടെ ആ മിനിമം റിക്വയർഡ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക. അപ്പോഴേ ഈ സെഷൻ കൊണ്ട് ശരിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിരിക്കും, പക്ഷേ എഫേർട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ വൺസ് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്, ഇഫ് യു ഹാവ് ഡൗട്ട് ഡെഫിനറ്റ്ലി കം ടു മീ, നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എഫേർട്ട് മാക്സിമൈസ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രിലിംസ് കിട്ടുന്നില്ല, എനിക്ക് ഈ പ്രാവശ്യം കിട്ടുന്നില്ല, ഞാൻ പതുക്കെ ക്ലിയർ എഴുതുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, മെയിൻസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 20 ആണ്. ഈ വർഷം 20-ാം തീയതി അല്ലേ? സെപ്റ്റംബർ 20 അല്ലേ? സെപ്റ്റംബർ 20 16 കണ്ടാന്ന് തോന്നുന്നു. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. സെപ്റ്റംബർ 10 ആവുമ്പോൾ നിങ്ങൾ എന്ത് തീർത്തിരിക്കണം? മെയിൻസിനുള്ള കണ്ടന്റ് തീർത്തിരിക്കണം. ഫോർ പ്രിലിം, സോറി, ഫോർ ഓപ്ഷണൽ ആൻഡ് GS. നിങ്ങളുടെ ടാർഗറ്റ് അതാ. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മെയിൻസ് ഒക്കെ പഠിച്ച് തുടങ്ങണം, ജയിക്കുമെന്ന് അറിയില്ല, അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇഫ് യു ആർ നോട്ട് ക്ലിയറിംഗ് ദിസ് ടൈം, അതിനെക്കുറിച്ച് കൺസേൺ ആവണ്ട. ഒരു വട്ടം പ്രിലിംസ് കയറുന്ന വർഷം നമുക്ക് എന്ത് വേണം? എന്ത് വേണം? എന്താ ഗോള്? ഒരു വട്ടം കൂടെ ഉണ്ടാകരുത്. ഏത് സമയത്താണ് നമ്മൾ ഒരു വട്ടം കൂടെ പ്രിലിംസ് എഴുതാതിരിക്കുന്നത്? നേരത്തെ പഠിച്ചു വെച്ചാൽ അതല്ല, പ്രിലിംസ് എഴുതണമല്ലോ. എന്ത് കിട്ടിയാൽ നമ്മൾ പ്രിലിംസ് എഴുതില്ല? ഇപ്പൊ വിചാരിക്കാം നിങ്ങൾക്ക് 450-ാമത്തെ റാങ്ക് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? IAS കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾ റിസർവേഷന്റെ ക്ലെയിം വെക്കണ്ട. നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങൾക്ക് കിട്ടിയത് ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സാണ്, നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എഴുതും അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യാൻ പോന്നേ. അത് ചെയ്യാൻ അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ ഗോൾ എപ്പോഴും എന്താ നിങ്ങളുടെ ഗോള്? ഓൾ ഇന്ത്യ റാങ്ക് 500, 600, ഏതെങ്കിലും എവിടെങ്കിലും വന്നാൽ പ്രിലിംസ് എങ്കിലും പാസ്സാവണം, അതാണോ? അല്ല, നമ്മുടെ ഗോൾ എന്താ? റാങ്ക് 1. അതിന് വേണ്ടിയാ പഠിക്കുന്നത്. നമ്മൾ എവിടെ വീഴുന്നു എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? റാങ്ക് 1. പ്രിപ്പയർ വെൽ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സോ താങ്ക് യു ഓൾ. നമുക്ക് കാണാം. ആഗ്രഹിച്ചത് വേഗം നേടിയെടുക്കുക, അതാണ് നമ്മുടെ ഗോള്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. നെക്സ്റ്റ് എല്ലാ തേഴ്സ്ഡേസും ഈ സെഷൻസ് ഉണ്ടാവും. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സെഷൻസ് അതൊരു മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെല്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു ഷെഡ്യൂൾ തരാം. ബട്ട് സ്റ്റിൽ ഡു പാർട്ടിസിപ്പേറ്റ്. താങ്ക് യു ഓൾ.